ചിരിയുടെ കൂടാരം. എടി ലക്ഷ്മി, നിന്നോട് ഞാൻ കുറെ നേരമായാലും ഒരു ചായ ചോദിച്ചിട്ട്. ഞാൻ ഇവിടെ 6 മണിയാകുമ്പോൾ എണീറ്റതാണ്. എന്നിട്ട് നിന്നോട് ചായ ചോദിച്ചിട്ട് ഇപ്പൊ 6:15 6:15 കഴിഞ്ഞ് 6:30 എന്നിട്ട് എനിക്കുള്ള ചായ നീ കൊണ്ടുവന്നില്ലല്ലോ. അമ്മ ചായ ഉണ്ടാക്കുന്ന ഇടയിൽ മറ്റടുക്കള പണി നോക്കായിരുന്നു അമ്മ. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചമ്മ, അമ്മയ്ക്ക് തരാൻ വിട്ടുപോയതമ്മ. ക്ഷമിക്കമ്മ, അതപ്പോൾ കൊണ്ടുവരാൻ. അമ്മയാണെങ്കിൽ ഒരു കൈ സഹായിക്കില്ല. കുട്ടികളുടെ കാര്യം നോക്കണം. അവർക്ക് സ്കൂളിൽ പോകാൻ നേരമില്ല അമ്മ. അതും നേട്ടന് ഓഫീസിൽ പോകാൻ നേരമായി. അപ്പം അതെല്ലാം പാടെ നോക്കുന്ന ഇടയിൽ ഞാൻ വിട്ടുപോയതമ്മ. ഓ, നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഉത്തരം ഉണ്ടല്ലോ കയ്യിൽ. ആദ്യം 6 മണിക്ക് ചായ ചോദിച്ചു 6:05 ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നീ തരുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. അന്നെന്ന് വെച്ച് എനിക്ക് അമ്മയുടെയും ഏട്ടൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പം അതല്ലല്ലോ അമ്മ അവസ്ഥ. അപ്പം 3 മക്കളായില്ലേ, ഇത് അവർ സ്കൂളിൽ പോകാനായി. സ്കൂളാണെങ്കിൽ 8 മണിക്ക് അവരുടെ തുടങ്ങും. അപ്പം അതിനുള്ളിൽ അവരുടെ കാര്യങ്ങളും ചെയ്ത് തീർക്കണ്ടേ. അമ്മയാണെങ്കിൽ ഒരു കൈ സഹായിക്കൂല്ല എന്നെ. ഓഹോ, അപ്പം ഞാൻ നിന്നെ സഹായിക്കില്ലെന്നാണല്ലേ? എൻ്റെ ദൈവമേ, ഇവളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇനി എന്തൊക്കെ കേൾക്കണം. അതിനമ്മ, ഞാൻ അമ്മനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ സഹായിക്കൊന്നും വേണ്ട. എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നോട് ഞാൻ ഒരു കപ്പ് ചായ ചോദിക്കുമ്പോഴേക്കും ദാ ഇത്രയും നീളത്തിലാണ് ഓരോരോ വാക്കുകൾ കേൾക്കുന്നത്. എൻ്റെ ഈശ്വര, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മനോട് ഞാനൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് വേണ്ടത് ഒരു കപ്പ് ചായ അല്ലേ, ഇതപ്പം കൊണ്ടുവരാം. എന്താ അവളുടെ അഹങ്കാരം? ഇതാ അമ്മ ചായ. പ്രാഗിട്ടാണോ കൊണ്ടുവന്നത്? എന്നും കൊണ്ടുവരുമ്പോ വൈകുന്നില്ലല്ലോ അമ്മ. ഏതെങ്കിലും ഒരു നേരത്തുള്ള വൈകലല്ലേ അമ്മ. അമ്മയും കാണുന്നതല്ലേ ഇവിടെ കുട്ടികളുടെയും ഏട്ടൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത്. പോയി കുട്ടികളുടെ ഏട്ടൻ്റെ കാര്യം നോക്കി. ഇനി അവര് ഓഫീസിലേക്കും സ്കൂളിലേക്കും പോകാൻ വൈകണ്ട. നെക്സ്റ്റ്. ഓ എൻ്റെ ദൈവമേ, ഈ കാലുവേദനയും കൊണ്ട് സഹിക്കാൻ വയ്യല്ലോ ഈശ്വര. എടി ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വന്നേ. എൻ്റെ തൈലം കൂടെ എടുത്തോ. എൻ്റെ ദൈവമേ, മുട്ടും കാലുവേദന കൊണ്ട് തന്നെ ഞാൻ അവസാനിക്കും തോന്നണല്ലോ ഈശ്വര. ഓ, ഇനി എൻ്റെ കാല് നടക്കാൻ പറ്റാണ്ടാവുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ അവളിപ്പോൾ വരിക. ഒരു തൈലം എടുക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറായി. എടി ലക്ഷ്മി, ഒന്ന് വേഗം വരുന്നുണ്ടോ? എന്താ അമ്മേ? എന്താ അമ്മേന്നോ? നിന്നോട് ഞാൻ വരുമ്പോ തൈലം എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത്. എന്റെ മുട്ടും കാലിന് വലിയ സുഖമില്ലാത്തതുകൊണ്ടോ? എന്നിട്ടിപ്പോ അമ്മ എന്നെ കണ്ടപ്പോ ചാടി എണീറ്റല്ലോ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട്. മുട്ടും കാലിന് ഭയങ്കര വേദനയാണ്. ഇങ്ങനെ എണീറ്റ് ചാടി എണീക്കോ? നീ എന്നോട് സംസാരിക്കാനോ എന്നെ ഭരിക്കാനോ വേണ്ട. നിന്നോട് തൈലം എടുക്കാൻ പറ. നീ പോയി തൈലം എടുത്തു കൊണ്ടുവന്നിട്ട് എന്റെ കാല് തിരുമ്മി തട്ടെ. ഓ ശരി അമ്മ. അവളെ എന്നെ ഭരിക്കാൻ വരുന്നു. എന്റെ ദൈവമേ, എന്റെ മുട്ടും കാല് വേദന സഹിക്കുന്നില്ലല്ലോ. ഇതമ്മേ, അമ്മയുടെ തൈലക്കുപ്പി. ഇതെന്താ, തൈലക്കുപ്പിയോ കള്ളുക്കുപ്പിയാ? അമ്മ പറഞ്ഞത് ശരിയാണ്, കള്ളുക്കുപ്പിയാണത്. പക്ഷെ ഇതിനകത്ത് കള്ളല്ല, തൈലാണ്. തൈലക്കുപ്പിയിൽ ചെറിയ വിള്ളൽ കണ്ടപ്പോൾ ഞാൻ ആ തൈലം ഒഴിച്ച് ഇതിലേക്ക് മാറ്റിയതാണ്. അല്ലെങ്കിൽ തൈലം ഇനി നിലത്ത് വീണ് പൊട്ടിയാലോ എന്ന് വെച്ചിട്ട്. ഇനി ഇതെടുത്ത് എന്റെ കാലിലോട്ട് ഒഴിച്ച് തടവാൻ ഇനി വേറെ പറയണായിരിക്കും. അതിനെന്താ, ഞാൻ തടവി തരല്ല. അമ്മ ഇരിക്കി, പതുക്കെ തടവിയാ മതി. എന്നോടുള്ള ദേഷ്യമൊക്കെ എൻ്റെ കാലിലോട്ട് തീർക്കണ്ട. അതിന് അമ്മയാണ് ഞാനെന്ന് കരുതിയോ? എന്തായാലും എന്നെ ദ്രോഹിക്കുന്ന സ്വഭാവമല്ലേ ദിവസം നിങ്ങൾക്കുള്ളത്. കാണിച്ചു തരാം നിങ്ങളുടെ കാലിനെ. ആഹാ, എന്തൊരു സുഖമാണ്. ഇങ്ങനെ തന്നെ അമർത്തിയാ മതി കേട്ടോ. കാണിച്ചു തരാ. ഇങ്ങനെ അമർത്തിയാലാണ് അമ്മേ വേദന മാറുക. മതി നിന്റെ തടവല്. വേദന കൂടിയല്ലോ ഈശ്വര. എങ്കിൽ അമ്മയ്ക്ക് തന്നെ തടവായിരുന്നില്ലേ? എന്നെ എന്തിനാ വെറുതെ വിളിച്ച്? അടുക്കളയിൽ ഒരു കൂട്ടം പണിയല്ലേ എനിക്കുള്ളത്. പോടി അടുക്കളയിലേക്ക്. എങ്കിൽ ശരി അമ്മ, ഞാൻ പോട്ടെ അടുക്കളയിലേക്ക്. അല്ല പിന്നെ എന്നോടാ കളി. നെക്സ്റ്റ്. എടി ലക്ഷ്മി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നിനക്ക് ഈ കുട്ടികൾ കളിച്ച സാധനങ്ങൾ റൂമിൽ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കാൻ അറിയില്ലേ? ഒക്കെ നിലത്ത് കിടക്കുന്നത് കണ്ടില്ലേ? നിന്റെ കണ്ണിലെന്താ?
ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാ? അല്ല, അതിപ്പോ അമ്മയ്ക്ക് അത് കണ്ടാലും അമ്മയ്ക്ക് അതങ്ങ് എടുത്തു വെച്ച പ്രശ്നം തീർന്നില്ലേ? ഞാൻ തന്നെ വന്ന് എടുത്തു വെക്കണം എന്നുണ്ടോ? അമ്മയുടെ പേരക്കുട്ടികൾ കൂടിയല്ലേ. എടി എടി, ഞാൻ പറഞ്ഞ അത് കേക്കുക, അതാണ് നിന്റെ ജോലി. എന്നോട് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെറിയ അടിച്ച് പൊട്ടിക്കും ഞാൻ. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നീ പറയുന്നതെല്ലാം കേൾക്കുന്ന റോബോട്ടാണ് ഞാനെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ അമ്മ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞ് അതിനെ പിന്നെ വളച്ചൊടിച്ച് അമ്മയുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലല്ലേ അമ്മ എന്നും പറയുള്ളൂ. ഞാൻ എടുത്തു വെച്ചോളാം. അങ്ങനെ പറഞ്ഞതെല്ലാം അനുസരിക്കടി. അല്ലെങ്കിലും അമ്മ ഞങ്ങളെയൊക്കെയല്ലേ നിയന്ത്രിക്കുന്നത്. അമ്മയുടെ ഭർത്താവിനെയും എന്നെയും അമ്മയുടെ മോനെയും എല്ലാം അമ്മയല്ലേ നിയന്ത്രിക്കുന്നത്. ഞങ്ങളല്ലേ ശരിക്കും പറഞ്ഞ റോബോട്ട്. പറയുന്നതെല്ലാം കേൾക്കുന്ന ജീവനുള്ള റോബോട്ട് അല്ല, ജീവനുള്ള മനുഷ്യ റോബോട്ട്, അങ്ങനെ പറയണം. എടി എടി, നീ വലിയ ആളാവല്ലേ. നീ പോയിട്ട് പണി ചെയ്യ അടുക്കളയത്തെ. ഞാൻ പോണു. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ധിക്കാരി. ഹായ്, അങ്ങനെ 10,000 രൂപയായി കയ്യിൽ നിന്ന് ഏട്ടൻ്റെ അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും. നേരാവണ്ണം കാശ് ചോദിച്ച 500 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ പിന്നെ ഇത് തന്നെ നല്ലത്. കണ്ട അണ്ടൻ്റെ അടകോടൻ്റെ കാശൊന്നുമല്ലല്ലോ, സ്വന്തം ഭർത്താവിൻ്റെ കാശല്ലേ. അതുകൊണ്ട് ദൈവം പൊറുക്കും. ഈശ്വര പൊറുക്കില്ലേ. മുത്തശ്ശി മുത്തശ്ശി, മുത്തശ്ശിയുടെ കൊച്ചുമോൻ വന്നോ? ആ, വന്നല്ലോ. ഹായ്, മുത്തശ്ശിയുടെ കയ്യിൽ ഒരു കെട്ട് പൈസയാണല്ലോ. ആടാ മോനെ, നിന്റെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇനി മുത്തശ്ശനോട് പോയി പറയല്ലേട്ടോ, മുത്തശ്ശി മുട്ടായി വാങ്ങിച്ചു തരാം. ഹായ്, മുത്തശ്ശി മുട്ടായി വാങ്ങിച്ചു തരികയാണെങ്കിൽ ഞാൻ പറയില്ല. അതുകൊണ്ടല്ലേടാ കുട്ടൂസ നിന്നെ ഞാൻ ആദ്യം തന്നെ സോപ്പിട്ടത്. ശരി, മുത്തശ്ശിയുടെ കുട്ടി പോയി കുളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാ. ആ ശരി മുത്തശ്ശി. ഇനി അടുത്തത് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കാശ് കൊണ്ട് വേഗം എടുത്തു വെക്കട്ടെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഏട്ടൻ വന്നാൽ എന്റെ തലമണ്ട അടിച്ച് പൊളിക്കും. കാശ് ഇതിനകത്ത് ഇരിക്കട്ടെ. കുഞ്ഞൻ പൂച്ച എന്താ നല്ല ഉറക്കാണല്ലോ. എങ്കിൽ ഞാനും ഒന്ന് കിടക്കട്ടെ. മുത്തശ്ശി മുത്തശ്ശി ഉറങ്ങിയോ? വാ, മിഠായി വാങ്ങിക്കാൻ പോകാം. കണ്ടാ, ഈ മുത്തശ്ശി പറ്റിച്ചു. മുത്തശ്ശി എണീക്ക് മുത്തശ്ശി. മുത്തശ്ശി. മോനോ, ഞാൻ പേടിച്ചു. മുത്തശ്ശിയല്ലേ ഡ്രസ്സ് മാറ്റിയിട്ട് മുട്ടായി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്? മുത്തശ്ശി കുറച്ചേരം കിടക്കട്ടെ. നീ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പോവാം. പറ്റില്ല, മുത്തശ്ശി മര്യാദക്ക് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അമ്മനോടും അച്ഛനോടും മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തൊരു ചെക്കനാണിത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കും. മുത്തശ്ശി മര്യാദക്ക് എനിക്ക് മിഠായി വാങ്ങിച്ചു തന്നോ? എടാ ചെകുത്താനെ, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ കാറാണ്? എല്ലാവരും കേട്ടില്ലേ? ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കും. മുത്തശ്ശി എന്നെ ചെകുത്താനെ വിളിച്ചു മിഠായി വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ വാങ്ങിച്ചു തരാത്തതിന് എന്നെ ചെകുത്താനെ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. നടക്ക് കടയ്ക്ക്, വാങ്ങിച്ചു തരാ. ഇനി പെറുപെറു പറഞ്ഞോണ്ടിരിക്കല്ലേ. മുത്തശ്ശൻ അറിഞ്ഞാ മുത്തശ്ശന്റെ മണ്ടതല്ലി പൊളിക്കും. കള്ളക്കണ്ണീര് നിർത്തുന്നുണ്ടോ? നിനക്ക് നിന്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെ കേട്ടോ. എങ്കി വാ, എണീക്ക്, നമുക്ക് പോയി മിഠായി വാങ്ങിട്ട് വരാം. പിന്നെ ഒരു കാര്യം, മിഠായി വാങ്ങിക്കാനേ പോണു. ഇനി അവിടെ പോയിട്ട് വേറെ വല്ലതും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ വാങ്ങിച്ചു തരില്ല, പറഞ്ഞേക്കാം. എങ്കിനെ മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്ത് മുത്തശ്ശനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കും. എടാ ഭയങ്കര, നീ എന്റെ മോന്റെ കുട്ടി തന്നെയാണോ? എന്താടാ നിന്റെ മുത്തശ്ശിയില്ലേ ഞാന്? അച്ഛനും മോനിക്കും പേരക്കുട്ടിക്കും മരുമോൾക്കും എല്ലാം ഒരേ ആഗ്രഹം, എന്നെ പുറത്താക്കണമെന്ന്. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ സാധനങ്ങള്? മതി സംസാരിച്ചത്, വാ കടയിലേക്ക് പോകാം. നടക്ക്. നെക്സ്റ്റ്. മുത്തശ്ശ, എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നേരാവണ്ണം കണ്ണു കാണാത്ത എന്നോട് തന്നെയാണ് നീ ചോദിച്ചേ. എന്നാലും ഗ്ലാസ് വെച്ചോണ്ട് കുറച്ചൊക്കെ മുത്തശ്ശന് കാണാലോ. പറയ്, രസമുണ്ടോ? കൊള്ളാം കുട്ടിയെ. അല്ല, നീ ഇതിപ്പോ ഇതെങ്ങോട്ടാ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? അച്ഛന് പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പൊ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാ മുത്തശ്ശ. മുത്തശ്ശൻ വരുന്നുണ്ടോ? അച്ഛൻ പാർക്കിലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓ, മുത്തശ്ശനൊന്നുമില്ല. ഈ കണ്ണ് കാണാത്ത മുത്തശ്ശൻ അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് കാണാനാ? മക്കള് പോയിട്ട് വാ. ആ, പോയി വരുമ്പോ മുത്തശ്ശന് ബിരിയാണിയോ നെയ്ച്ചോറോ ചിക്കൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നാ മതി. ശരി മുത്തശ്ശി, എന്താ ഞാൻ പോട്ടെ? ആ ശരി, മക്കള് പോയി നോക്കിയിട്ട് വാ കേട്ടോ. അച്ഛാ നമുക്ക് മുത്തശ്ശനെ കൂടെ കൊണ്ടുപോകാം. ആ, ഇനി മുത്തശ്ശനും കൂടെ കൊണ്ടുപോയിട്ട് വേണം നിന്റെ അമ്മയ്ക്ക് പ്രാന്തളകാൻ. അല്ലെങ്കിൽ ഈ അമ്മയുടെ എന്ത് വൃത്തികെട്ട സ്വഭാവമാണോ അച്ഛാ, എനിക്ക് ദേഷ്യം വരും ചില സമയത്ത്. എനിക്കും ദേഷ്യം വരും മോനെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മുത്തശ്ശനെ കൊണ്ടുപോയ നിനക്കും അറിയാലോ, ഒരാഴ്ചത്തേക്ക് മുഖം വീർപ്പിച്ചും കൊണ്ട് നടക്കും. അതിൻ്റെ പേരിൽ ഇനി മുത്തശ്ശന് ഗുളികയും ഭക്ഷണമൊന്നും നല്ലപോലെ കൊടുക്കൂല്ല അവള്. അതിനെക്കാട്ടി നല്ലത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അച്ഛനക്ക് അമ്മയുടെ മോത്തക്കൊന്ന് കൊടുക്കായിരുന്നില്ലേ? അപ്പം അമ്മയുടെ സ്വഭാവം കുറച്ചൊക്കെ മാറുമല്ലോ. അത് നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മക്കളും പറയില്ല അമ്മേനെ അടിക്കുന്നു. പക്ഷെ നിന്റെ അമ്മയുടെ സ്വഭാവത്തിന് ഒന്ന് കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ കൊടുക്കണം. പക്ഷേ കൊടുത്ത് കലിപ്പ് കയറി ചിലപ്പോൾ ഞാൻ അവളെ കൊല്ലും. അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ്. അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അമ്മയുടെ സ്വഭാവത്തിന് ചിലപ്പോൾ അതും സംഭവിക്കും. ആ, എന്തായാലും അമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ മുത്തശ്ശിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നില്ലേ? ആ, അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഇനിയും നിന്റെ അമ്മ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമല്ലോ, അപ്പം നമുക്ക് മുത്തശ്ശിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോയി അടിച്ചു പൊളിക്കാം. നടക്ക്, പോവാൻ സമയമായി. നിന്റെ തള്ള റെഡിയായോ എന്തോ അറിയില്ല. ഞാൻ പോയി മുത്തശ്ശിനെ കണ്ടിട്ട് വരാം. ആ ശരി അച്ഛാ, ഞാൻ പോയി കാറിൽ ഇരിക്കട്ടെ. ആ ശരി, നീ ഒന്ന് അമ്മ റെഡിയായോ എന്നും കൂടെ പോയി നോക്ക്. ആ ശരി. അത് ശരി, അച്ഛൻ ഹാളിൽ വന്നിരിക്കുകയാണ്. ഞാൻ റൂമിലേക്ക് പോയി തപ്പിയിട്ടപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ, കൊച്ചുമോൻ വന്ന് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്ന്. ആ അച്ഛാ, പുറത്തേക്ക് പോയിട്ട് വരാം. അച്ഛൻ സൂക്ഷിക്കുക ശരീരം. പോയിട്ട് വേഗം വരാം. പിന്നെ അച്ഛന് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? അതൊക്കെ എൻ്റെ കൊച്ചുമകനോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടടാ. അവൻ പറയും, അത് വാങ്ങിയിട്ട് വാ കേട്ടോ. ശരി അച്ഛൻ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ മോനെ, പോയിട്ട് വാ. നെക്സ്റ്റ് വീഡിയോ. അമ്മേ ദേ അതുകൊണ്ട് കുട്ടൂസൻ എന്റെ പെൻസിൽ എടുത്തു തരുന്നില്ല. എനിക്ക് ഹോംവർക്ക് എഴുതി കഴിഞ്ഞിട്ടില്ല. രണ്ടിന് ഞാൻ തൂക്കി വലിച്ചെറിയും. സ്കൂള് വിട്ട് വന്നാൽ തുടങ്ങും രണ്ടിൻ്റെയും ഓരോ കാട്ടല്. ഡാ കുട്ടൂസാ, ഇങ്ങോട്ടൊന്ന് വന്നേ. നീ എന്തിനാടാ ഇവന്റെ പെൻസിലൊക്കെ എടുക്കുന്നത്? അതമ്മേ, എന്റെ പെൻസിൽ പൊട്ടിപ്പോയി. ലാഗത ഇത്രയും പോന്നതായിരുന്നു. അതിനി ചെത്താൻ പറ്റില്ല. അതുകൊണ്ട് അവനോട് ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. അതിനാണ് ഇപ്പൊ ഈ നിലവിളി. എടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും വാങ്ങിക്കരുത് എന്ന്? അത് കൊള്ളാം. ഞാൻ എന്റെ അനിയന്റെ വാങ്ങിയത്, അല്ലാണ്ട് അപ്പുറത്തപ്പുറത്തൊന്നും അല്ലല്ലോ. ആരുടേതാണെങ്കിലും അങ്ങനെ വാങ്ങിക്കരുത്, മനസ്സിലായോ? ആ അമ്മ, മനസ്സിലായി. ഞാൻ വേറെ പെൻസിൽ കൊണ്ടുവരാം. മര്യാദക്ക് രണ്ടാളും പോയിരുന്ന് പഠിക്കി. അല്ലെങ്കിൽ അച്ഛൻ വന്നാ ഞാൻ അപ്പ പറഞ്ഞു കൊടുക്കും. രണ്ടെണ്ണത്തിനും തല്ലി വാങ്ങിച്ചു തരും. അയ്യോ അമ്മ, അച്ഛനോട് പറഞ്ഞു കൊടുക്കല്ലേ. വാ ചേട്ടാ, നമുക്ക് പോയി പഠിക്കാം. അല്ല പിന്നെ, രണ്ടിൻ്റെ കളി എന്നോടാണ്. എന്നുണ്ട് സ്കൂള് വിട്ട് വന്ന അടിയും വെക്കാണോ. നെക്സ്റ്റ് വീഡിയോ. എൻ്റെ മോനെ കുട്ടൂസ, ഒന്ന് എണീക്ക്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ടേക്ക് പോകാനാ? കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ. എണീക്ക്, വേഗം എഴുന്നേൽക്ക്, ഇനി നേരം കളയണ്ട. എങ്കിൽ നടക്കുക അമ്മ. ശരി, വാ. പതുക്കെ പോയാ മതി കേട്ടോ. അതമ്മ എന്നോട് പ്രത്യേകം പറയണോ? അങ്ങനെ ഇങ്ങനെ ചൂടത്ത് വീടെത്തി. അല്ലെങ്കിൽ എന്താ ഒരു ചൂടാണ്. ചൂട് പിന്നെ സഹിക്കാം. പച്ചക്കറിക്കൊക്കെ എന്തൊരു വിലയാണ്. ഇനി വീട്ടിൽ പച്ചക്കറി കൃഷി നടത്തിയിട്ട് തിന്നാം, അല്ലാണ്ട് നടക്കുന്നു തോന്നണില്ല. പൈസ കൊടുത്ത് വാങ്ങി തിന്ന് ട്രൗസർ കീറും. എങ്കിൽ ഞാൻ അമ്മയ്ക്ക് കുറച്ച് വിത്ത് കൊണ്ടുവന്ന് തരാം. അമ്മ നട്ട് വളർത്തിക്കോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ.
എന്താടാ ചെക്ക, നീ എന്നെ കളിയാക്കുകയാണോ? അല്ല പിന്നെ എന്നോടാണ് കളി. തർക്കുത്തരം തന്നെ തർക്കുത്തരം. എടി ലക്ഷ്മി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ദേ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി വെക്കി അടുക്കളയില്. എന്തിനാ അമ്മ ഇത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിയത്? കുറച്ച് വലിച്ചെറിയാനും കുറച്ച് പുഴുങ്ങി തിന്നാനും. എന്തേ? അല്ല പിന്നെ അവളുടെ ഒരു ചോദ്യം കണ്ടില്ലേ? പച്ചക്കറി കൊണ്ടുവരാണ്ടായപ്പോൾ പച്ചക്കറി ഇല്ല, പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ എന്തിനാ പച്ചക്കറി എന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ? അതിന് ഇത്രയും പച്ചക്കറി എന്തിനാണെന്നാ ചോദിച്ചേ. നാശമായി പോകില്ലേ, ചീഞ്ഞു പോകില്ലേ? ഫ്രിഡ്ജിൽ ഇത്രയൊക്കെ നമുക്ക് തള്ളിക്കയറ്റാൻ സാധിക്കുമോ? അതാണ് ഞാൻ ചോദിച്ചത്. അതിന് നിന്റെ ഒരു തടിമാടൻ മകനുണ്ടല്ലോ, അവനിക്കേ വേണം ഒരു ദിവസം 2 കിലോ പച്ചക്കറി. കൊണ്ടുപോയി വെക്കി. ചീന് പോകുന്നതെല്ലാം വേഗം ഫ്രിഡ്ജിൽ കയറ്റി വെക്കി. ബാക്കിയുള്ളതെല്ലാം കാറ്റും വെളിച്ചം കിട്ടുന്നത് പോലെ വെച്ചാൽ മതി. ശരി. ഞാൻ പോയി കുറച്ച് നേരം കിടക്കട്ടെ. നട്ടുച്ചയ്ക്ക് പോയിട്ട് തലേക്കാകെ പെരുക്കണോ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. ആ ശരി. ഓ എൻ്റെ ദൈവമേ, എന്താ ചൂട്! ഫെബ്രുവരി ആയപ്പോഴേക്കും ഇങ്ങനെ ചൂടെങ്കിൽ ഇനി മാർച്ച് ഏപ്രിലൊക്കെ എങ്ങനെയായിരിക്കും ടീച്ചറാ? അമ്മ ഇതാ വെള്ളം. കൊണ്ടുവന്നോ? താട്ട്. നീ പോയിക്കോ, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ. പണി ചെയ്ത് എൻ്റെ നടൊടിഞ്ഞു. ഒരു കൈ സഹായത്തിന് വരൂല ആ അമ്മ. തിന്നണ നേരായ വന്നിരിക്കും. മനുഷ്യന് പണി ചെയ്ത് നടു ഒടിഞ്ഞു. 2 മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ആര് വന്ന് പണി ചെയ്യുന്നു നോക്കാലോ. അങ്ങനെയെങ്കിൽ ആ അമ്മയുടെ തടി കുറച്ച് മെനങ്ങട്ടെ. അല്ല പിന്നെ ദേഷ്യം വരികയാണ്. മകന് പെണ്ണിനെ കൊണ്ടുവന്നതെന്നും വെച്ചിട്ട് ഈ അമ്മ ഇങ്ങനെ ഇട്ട് എന്നെ പണി ചെയ്യിപ്പിച്ചാലോ. മനുഷ്യന് ഭ്രാന്ത് വരുന്നുണ്ട്. എന്തായാലും ഏട്ടനോടൊന്ന് ചോദിക്കണം, വീട്ടിലോട്ട് പോട്ടെ, ഒരു 2 മാസം ഇരിക്കാനെന്ന് വെച്ചിട്ട്. അതിന് ഏട്ട പറയുന്നത് കേൾക്കുക എന്തോ. വല്ലാത്ത കഷ്ടാണ്. ആ തള്ളന്റെ വാക്കിട്ട് മറുത്തൊരു അക്ഷരം മിണ്ടില്ലല്ലോ. ഇനി ഏട്ട എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് ആ തള്ള ഇനി എന്തെങ്കിലും പറഞ്ഞാല് ഞാൻ അതിന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോകും. അല്ല പിന്നെ ലക്ഷ്മി. അയ്യോ, ഈ അമ്മ ബാക്കിൽ നിൽക്കണ്ടായിരുന്നു. ദൈവമേ, അമ്മയമ്മന് ഭയങ്കര സ്നേഹമാണല്ലോ ലക്ഷ്മി നിനക്ക്. അത് അമ്മ എന്തെങ്കിലും കേട്ടോ? കേട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഇതാണപ്പൊ സംഗതി. നീ ഇങ്ങനെ പോയാൽ എന്നെ പ്രാഗി കൊല്ലല്ലോടി. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അമ്മ തിന്ന പ്ലേറ്റ് മാറ്റി വെക്കാൻ പോലും മടി കാണിക്കുന്ന ആളല്ലേ. പിന്നെ ഇപ്പൊ എന്താ? ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവത്തിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. പിന്നെ ഇപ്പൊ എന്താ അമ്മ? എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസം വരാൻ പോണില്ല. പിന്നെ എന്തിനാ എന്റെ മോനിക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്? ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ തന്നെയാണ്. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്നാലും ഒരു കൈസഹായം അമ്മ ചെയ്യില്ലല്ലോ, അതാണ് ഒരു വിഷമം. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്ന് പിറുപിറുക്കും. അതമ്മ സഹിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്നെ സഹായിക്കണം. നീ പിറുപിറുത്തോ, ഇപ്പൊ എനിക്ക് വലിയ ചെലവൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ സഹായിക്കില്ല. സഹായിച്ച എന്റെ തടി മെനങ്ങും. അതിനെക്കാട്ടി നല്ലത് നിന്റെ വായും കൊണ്ട് നീ പിറുപിറുത്തോ. നിന്റെ വായ് മെനങ്ങി കിട്ടുകയല്ലേ ചെയ്യുന്നത്. എന്നാലും എന്റെ ശരീരം മെനങ്ങുന്ന പരിപാടിക്ക് ഞാനില്ല മോളെ. അയ്യേ, ഇതെന്തൊരമ്മായിയമ്മയാണിത്. എന്തായി മോളെ, കറികളൊക്കെ ആയോ? കറികളൊക്കെ ആയും കൊണ്ടിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഒരു കൊട്ട പാത്രങ്ങളുണ്ട്, കഴുകി വെക്കുകയാണ്. എന്താ സഹായിക്കാൻ പോരുന്നു അമ്മ? എങ്കിൽ മോള് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കറികൾ ഫുള്ളായിട്ട് റെഡിയാക്കി ചോറൊക്കെ വെച്ചിട്ട് അമ്മനെ വിളിക്കുക. അമ്മ പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട കിടന്ന് ഉറങ്ങിപ്പോകും. പിന്നെ എണീക്കാനൊരു മടിയാണ്, മപ്പാണ്. അമ്മ പോയിട്ട് TV കാണട്ടെ കേട്ടോ, സീരിയൽ കണ്ടിരിക്കാം. എങ്കിൽ ചെല്ലിയും. അല്ല, ടിവിന്റെ സ്വിച്ച് ഓണാക്കാൻ ഞാൻ വരണോ? വേണമെങ്കിൽ വന്നോ, എൻ്റെ പിന്നാലെ വന്ന് ഓണാക്കി തന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ. എൻ്റെ ദൈവമേ, ഇതിലും മടിച്ച് അമ്മായിയമ്മ സ്വപ്നങ്ങളിൽ മാത്രം. അല്ല അമ്മേ, ഒരു അതിശയം കൊണ്ട് ചോദിക്കുക. ഞാൻ വരുന്നതിന് മുന്നേ വരെ അച്ഛനും മകനും അമ്മ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഈ വീട് ഇങ്ങനെ നല്ലപോലെ നോക്കി? എനിക്ക് ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത കാര്യമാണ്. ഇത്രയ്ക്ക് മടിച്ചായ അമ്മ എങ്ങനെ ഇതൊക്കെ ചെയ്തു?
നല്ല ചോദ്യം. ഇവിടെ നീ വരുന്നതിന് മുന്നേ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. നീ വന്നതിന് ശേഷമാണ് ആ ജോലിക്കാരനെ പറഞ്ഞയച്ചത്, അതറിയോ? അതെന്താ ചെയ്തത്? ഞാൻ വന്നത് കൊണ്ട് എന്തിനാ അമ്മ ജോലിക്കാരനെ പറഞ്ഞയച്ചത്? ഇത് നല്ല തമാശ. നീ വന്ന പിന്നെ എന്തിനാ ജോലിക്കാരി? നീ വന്ന പണിയൊക്കെ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞയച്ചു. പൈസ ഇല്ലാണ്ട് നീ ചെയ്യുന്ന പണി എന്തിനാ വെറുതെ പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഒരു മോളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അവിടെ അങ്ങനെ ആയിരിക്കില്ലേ? നിങ്ങളുടെ മോള് വരുന്നതിന് മുന്നേ ജോലിക്കാരൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മോള് പോയപ്പോ ജോലിക്കാരനെ എങ്ങനെ പറഞ്ഞയച്ചോ? ഇപ്പൊ നീ ചോദിച്ചത് നല്ല ചോദ്യമാണ്. അവരെ പറഞ്ഞയച്ചോ, പക്ഷെ ഞാൻ ആരാ മോളെ? ഞാൻ ആ ജോലിക്കാരനെ തിരിച്ചു കൊണ്ടുവന്നു. എന്റെ മോൾക്കൊന്നും അങ്ങനെ പണി ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ശമ്പളം എവിടുന്നാ കൊടുക്കുന്നത്? അവർ കൊടുക്കുന്നൊന്നുമില്ല. എന്നാലെന്താ, എന്റെ മോൾക്ക് അവിടെ പണി ചെയ്യണ്ടല്ലോ. ഓ, മോളെ കുറിച്ച് ഇത്ര വ്യാകുലത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടുത്തെ വേലക്കാരിയെ പറഞ്ഞയച്ച്, ജോലിക്കാരിയെ പറഞ്ഞയച്ച്? അമ്പടി, എന്റെ മോള് നല്ല രീതിയിൽ ഇരിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ ജോലിക്കാരനെ പറഞ്ഞയച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നത്. നിനക്കതുപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മനോട് പറഞ്ഞിട്ട് ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നു. എന്തേ, മറുപടി ഉണ്ടാക്കിലേക്ക് കിട്ടിയില്ലേ? ഇനി പണി ചെയ്തോ? നെക്സ്റ്റ് വീഡിയോ. അയ്യോ ഈശ്വരാ, ഇതെന്തൊരു അതിശയം! അമ്മായിമ്മയും മരുമോളും ഒപ്പം ഒരേ സെറ്റിൽ ഇരിക്കുകയോ? അതിശയമായിരിക്കുന്നല്ലോ. ആ ഗായത്രി, മിനിഞ്ഞാന്ന് വരെ ആയിരുന്ന അമ്മായിമ്മയല്ല ഇപ്പൊ നിന്റെ അമ്മ. അമ്മയ്ക്ക് ആകെപ്പാടെ ഒരു വ്യത്യാസം. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയാണ് ഇപ്പൊ വന്ന് മോളെ കുറച്ചു നേരം ഇരിക്കെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടൊന്നല്ല മോളെ. എന്താ അമ്മ, അമ്മയ്ക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ലേ? വല്ലാണ്ട് ഇടർന്നോ വർത്താനം? പോടി, നീ എന്നെ വെറുതെ വിടില്ലേ? എവിടെ പോയിരുന്നാലും നീ എന്നെ ഇട്ട് പ്രാന്താക്കുന്നുണ്ടല്ലോ. ഞാനൊരു വല്ലാത്ത അതിശയം തോന്നുന്ന കാഴ്ച കണ്ടതുകൊണ്ട് പറഞ്ഞതാ അമ്മ. എന്റെ മോളുടെ വാക്കൊന്നും മോള് വലിയ എടുക്കണ്ട കേട്ടോ. ഏയ്, ഞാൻ ആരുടെ വാക്കും കേൾക്കുന്നില്ല. അമ്മയുടെ വാക്ക് പ്രത്യേകിച്ച് കേൾക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ. ഇനി ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ അമ്മനോട്. വേണ്ട വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞ മോളെ. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? എങ്കിലും എന്റെ ഏടത്തി അമ്മേ, എന്റെ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ സാധിക്കും? അതിന് മാത്രം എന്ത് വെടിമരുന്നാണ് ഏടത്തി അമ്മയ്ക്ക് കൊടുത്തത്? ഒരാളുടെ ദേഹത്ത് ഗായത്രി കത്തി കൊണ്ട് മുറിച്ച് മുറിച്ച് മുറിവുണ്ടാക്കുമ്പോൾ അത് പതിയെ മാറുന്നു വെച്ച് ക്ഷമിച്ച് പോകും. ആ മുറിഞ്ഞു പോയ ഭാഗത്ത് ഒരു കുത്ത് തന്ന എങ്ങനെ ഇരിക്കും ഗായത്രി? അങ്ങനെ ഒരു കാര്യം നിന്റെ അമ്മ ചെയ്തു എന്നോട്. വാ കൊണ്ടാ ചെയ്തത്, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്. അതെനിക്ക് വല്ലാണ്ട് വിഷമായി. അതിനുശേഷം എനിക്കും മനസ്സിലായി, എൻ്റെ പെരുമാറ്റം കൊണ്ട് അമ്മയ്ക്കും മനസ്സിലായി. അതെന്തായാലും നന്നായുള്ള ഏടത്തിയമ്മേ. അതന്നെയാണ് ഗായത്രി നിന്റെ അച്ഛനും നിന്റെ ഏട്ടനും നീയും എല്ലാവരും പറയുന്നത്. എന്തിന്? ഏട്ടന്റെ വീട്ടുകാര്, കുടുംബക്കാര് എല്ലാവരും അത് തന്നെ പറയുന്നത്. എന്തിനു പറയുന്നത്? നാട്ടുകാര് വരെ അതാ പറയുന്നത്, നന്നായേ ഉള്ളൂന്ന്. നാട്ടുകാര് നന്നായി എന്ന് പറയേ? നാട്ടുകാരൊക്കെ എങ്ങനെ അറിയാനാ? അതിപ്പോ എന്ത് ചോദ്യം അമ്മ? അമ്മയുടെ വായി മഞ്ഞപ്പത്രമാണല്ലോ. വീട്ടിൽ നടന്നത് വീട്ടിൽ മാത്രമായിട്ട് വെക്കാറില്ലല്ലോ. നാട്ടിൽ മൊത്തം പാട്ടാക്കുന്നത് അമ്മയുടെ സ്വഭാവമാണല്ലോ. വിളിച്ചിട്ട് ഏട്ടന്റെ വല്യമ്മേനോട് പറയും, വല്യമ്മ വിളിച്ചിട്ട് വല്യമ്മേന്റെ മക്കളോട് പറയും, മരുമക്കളോട് പറയും. അങ്ങനെ കുടുംബത്തിൽ മൊത്തം പാട്ടാവും. പിന്നെ അയൽവാസി ഉണ്ടല്ലോ മീനാക്ഷി ചേച്ചിനോട് പറയും. അപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാവും. വലിയ കാര്യമാണ് ഇപ്പൊ ഇത്. പക്ഷെ അമ്മ ചിന്തിക്കാത്ത കാര്യമുണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് ആരുടെ വീടിന്റെ മാനാണ് പോണതെന്ന് ചിന്തിക്കുന്നില്ല. സത്യത്തിലെ മാനവും മര്യാദയൊന്നും ഇല്ലാണ്ടായത് അമ്മയുടെയാണ് ഇപ്പോ. ദൈവമേ, വേണ്ടിയിരുന്നില്ല. ആ പെണ്ണിനോട് എന്റെ മോന്റെ കൂടെ ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ലാന്ന് പറയേണ്ടിയിരുന്നില്ല. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എന്നെ ഒരു വില ഇല്ലാണ്ടായി ആൾക്ക്. അമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിനക്ക് റൂമിൽ വേറെ പണിയൊന്നുമില്ലേ? എനിക്കെന്ത് പണിയുള്ളത്? പണി മുഴുവൻ ഏട്ടത്തി അമ്മയ്ക്കല്ലേ അമ്മ? അമ്മ പണി കൊടുക്കുന്നത് സാധാരണ ഏട്ടത്തി അമ്മയ്ക്കല്ലേ? ഏട്ടത്തി അമ്മേനോട് ചോദിക്കുക എന്തെങ്കിലും പണിയില്ലേന്ന്. സാധാരണ അങ്ങനെയാണല്ലോ അമ്മ ചോദിക്കാറ്. എല്ലാവരും എന്നെ വന്ന് താങ്ങണേ ഈശ്വരാ. ദൈവമേ, ഒന്ന് കാത്തി രക്ഷിക്കന്നെ. വീണ്ടും അമ്മ ആലോചന. എന്താ അമ്മ ആലോചിക്കുന്നേ? ഒന്നുമില്ലടി അച്ഛന്റെ മോളെ. അയ്യോ, ഇതിപ്പോ അമ്മയ്ക്ക് പിരിവിട്ടോ? സാധാരണ ഏട്ടത്തി അമ്മേനോടാണ് ഇതേപോലെയൊക്കെ പെരുമാറുക. ഇപ്പൊ നേരെ തിരിഞ്ഞു. എന്നോടായില്ല. അമ്മേ, നിങ്ങളുടെ മോളാണ് ഞാൻ. എന്നോടാണ് ഇപ്പൊ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്.
ഏടത്തെ അമ്മേനോട് ഇത്ര ദിവസം അമേരിക്കയിൽ നിന്ന് എന്റെ മോൾക്ക് വേണ്ടി ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഇന്നെ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ അമ്മ. മതിയടി നിർത്ത്. എത്രയായാലും നിന്റെ അമ്മയല്ലേ അത്. എന്നെങ്കിലല്ലേ ഏടത്തെ അമ്മ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഇതൊക്കെ ഒരു അപൂർവ നിമിഷല്ലേ. ഇനി ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം ഇനിയും മാറിയാലോ. അപ്പൊ പിന്നെ താങ്ങ എന്റെ ഏടത്തെ അമ്മേ. ആടി താങ്ങിക്കോ. പെറ്റ തള്ളയണമെന്നൊന്നും നോക്കണ്ട. ഭയങ്കരമായിട്ട് നീ താങ്ങ് നന്നായി താങ്ങടി. അമ്മയുടെ ഒരു ഗതികെട്ട അവസ്ഥയെ അത് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു അമ്മ. ചിരിക്കടി അമ്മ, ചിരിക്കി, നല്ലോണം ചിരിക്കി. 2 ദിവസമായിട്ട് എന്തായാലും എനിക്ക് ചിരിയില്ല. എന്റെ മോളെങ്കിലും ചിരിക്കി. അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് പകരാവുമല്ലോ. ഒന്ന് ചിരിക്കി. ദേ അമ്മ വീണ്ടും കോമഡി അടിക്കണു. അല്ല അമ്മ, എനിക്ക് വിശക്കണു അമ്മ. വിശക്കണമെങ്കിൽ പോയി ഉണ്ടാക്കി തിന്നടി. അവിടെ ചോറ് നിന്റെ ഏടത്തിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കറിയും വെച്ചിട്ടുണ്ട്. അവിടെ മീൻ കായം പൊട്ട് വെച്ചിട്ടുണ്ട്. 2 പൊരിച്ചിട്ട് തിന്നേ. അമ്മ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാല് ഞാൻ തിന്ന് എന്റെ വിശപ്പ് മാറുമോ? എന്റെ ഏടത്തിയമ്മേ, അമ്മ ഭയങ്കരമായിട്ട് മാറിയിട്ടാ. അല്ലെങ്കിൽ വിശക്കെന്ന് പറഞ്ഞ ഏടത്തിയമ്മയ്ക്ക് 4 ചീത്ത വിളിയാണ്. ഇപ്പൊ അമ്മ എന്നോട് അടുക്കളയിൽ പോകാൻ പറയണോ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോകാൻ നിന്നാല് അമ്മ എന്താ പറയാ ഏടത്തിയമ്മ? ഡീ പോയി എടുത്തു കൊടുക്കണീന്ന് പറഞ്ഞിട്ട് ഏടത്തിയമ്മനോട് പറയണേ. ഇപ്പൊ എന്നോട് മീൻ പൊരിച്ച് തിന്നാന്ന് പറയണോ? എന്താ ഒരു മാറ്റോടെ. ഏടത്തിയമ്മ ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അല്ലോ, ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി. എനിക്ക് ചിരിച്ച് വയ്യ എന്റെ ഏടത്തിയമ്മേ. ഇനി ഏട്ടൻ വന്ന ഇത് കണ്ടിട്ട് കുറെ ചിരിക്കും. അച്ഛൻ വന്നാലും ചിരിക്കും. വാ മോളെ, നീ നടക്ക്, ഞാൻ പൊരിച്ചു തരാം. അയ്യോ വേണ്ട ഏടത്തിയമ്മ, അമ്മയായിട്ട് പറഞ്ഞതാണ്. ഏടത്തിയമ്മേനെ മിണ്ടാണ്ട് എത്തിയിട്ട് ഇന്നോട് പോയി പൊരിക്കണം. എന്ന് ഞാൻ തന്നെ പോയി പൊരിക്കട്ടെ. നോക്കട്ടെ അമ്മ എത്ര ദിവസം ഇതേമാതിരി ഉണ്ടാവുന്നത്. ഏടത്തിയമ്മ കിട്ടിയ ചാൻസ് മിണ്ടാതിരുന്നോ? 5-6 കൊല്ലം നടുന്നൂർത്താണ് പണി ചെയ്തതല്ലേ. അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ 2 ദിവസം കൂടെ മാറിയാലും മറവ് കൊണ്ട് മിണ്ടാതിരുന്നു ഏടത്തിയമ്മ. എന്തായാലും ശരി, ഞാൻ പോയി മീൻ പൊരിച്ചിട്ട് തിന്നാ കേട്ടോ അമ്മ. എന്തായാലും എനിക്ക് അടുക്കളയിൽ കയറാൻ കിട്ടിയ ഒരു അവസരമല്ല. എൻ്റെ ഏടത്തിയമ്മയ്ക്ക് ഇതുവരെ ഒന്നും വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. മീൻ ഏടത്തിയമ്മയ്ക്കും കൂടെ പൊരിക്കാം. പിന്നെ എനിക്കുള്ള മീൻ നിന്റെ അച്ഛൻ വന്ന് പൊരിക്കോടി. പൊരിക്കി. ഓ ശരി അമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ രോദന. ഞാൻ പൊരിച്ചു തരാം കേട്ടോ. അവള് പറഞ്ഞു മോള് അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഇല്ല അമ്മ, എന്തായാലും അമ്മനോട് ഞാൻ അന്ന് അങ്ങനെ സംസാരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ വിഷമം ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞതിലൊന്നും തെറ്റ് തോന്നുന്നില്ല. എന്തായാലും ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കൊന്നും വേണ്ട അമ്മ. ഇല്ല മോളെ. ഇതാരാ അമ്മ ഈ ടൈമിൽ? ചിലപ്പോൾ മീനാക്ഷി ചേച്ചി ആയിരിക്കും. മീനാക്ഷിയോ? ലക്ഷ്മി പറഞ്ഞ തെറ്റിയില്ല. ലക്ഷ്മി ഇതാ കോണിംഗ് ബെൽ അടിച്ചപ്പോ തന്നെ പറഞ്ഞു മീനാക്ഷി ചേച്ചി ആയിരിക്കുന്നു. അല്ല ഈശ്വര, എന്റെ ദൈവമേ, ഇതെന്തൊരു അതിശയം. സാധാരണ ഒന്നില്ലെങ്കിൽ അമ്മായിമ്മ വരും, അല്ലെങ്കിൽ മരുമോള് വരും. മരുമോൾ അങ്ങനെ വരാറില്ല, അമ്മായിമ്മനെ തന്നെ കാണാറുള്ളൂ. അല്ലെങ്കിൽ അമ്മായിമ്മ അടുക്കളയിൽ നിന്ന് മരുമകളെ വിളിച്ചു വരുത്തും. ഇതിപ്പോ എന്താണ് അമ്മായിമ്മയും മരുമോളും ഒരുപോലെ ഹാളില് രണ്ടാളും സ്നേഹത്തോടു കൂടി ഇരിക്കുന്നതിന്റെ കാരണം എനിക്ക് പിടികിട്ടില്ലല്ലോ. എന്താ? അതൊന്നുമില്ല, മോൾക്ക് വയ്യാത്രേ. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ചു നേരം എന്റെ കൂടെ ഇരിക്കും മോളേന്ന്. എന്തായാലും അത് നന്നായി. ഇനിയെങ്കിലും മരുമോൾക്ക് കുറച്ച് സ്നേഹം കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ഒരു അവസ്ഥ അയൽവക്കക്കാർ വരെ എന്നിട്ട് താങ്ങണം. എന്താ ചേച്ചി, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മീനാക്ഷി വന്ന കാലം നിൽക്കാതെ ഇരിക്കൂ. അല്ല ലക്ഷ്മി, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? സുഖല്ലേ നിനക്ക്? ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു ഞാൻ. മീനാക്ഷി ചേച്ചിന്റെ അടുത്ത വിശേഷം? ഒരാഴ്ചയായിട്ട് മീനാക്ഷി ചേച്ചിനെ ഈ വഴി കണ്ടേ ഇല്ലല്ലോ. ഞാനും ചേട്ടനും മക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ചയായിരുന്നു. മക്കൾക്ക് ലീവായിരുന്നല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ പോയിരുന്നു ഞങ്ങള്. ആണോ? ഇവിടെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീവ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാറില്ല. എന്താണ് വിശേഷം? ഒന്നും ആയില്ലേന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളിപ്പോ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണല്ലോ. 2-3 കൊല്ലായില്ലേ, ഇനി ആവാലോ വിശേഷം. ലക്ഷ്മി നിന്നോടാണ്. ചേച്ചി ഞങ്ങളിപ്പോ നോക്കുന്നുണ്ട്. പിന്നെ ഈശ്വരൻ തരുന്നത് പോലെയല്ലേ. അതും ശരിയാണ് മോളെ. എന്തായാലും നോക്ക്, ദൈവം തരാൻ വിധിച്ചിരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. നമ്മളെ തട്ടിമാറ്റി പിന്നെ നമുക്ക് തരാണ്ടായാലും അത് വലിയൊരു സങ്കടമായി മാറും. അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്. ചേച്ചി ഇരിക്കും, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചത് ഇറങ്ങിയതാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ?
ഇല്ല മീനാക്ഷി, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. സമയം 1:30 കഴിഞ്ഞല്ലോ. ഇന്ന് വൈകിയല്ലോ ചേച്ചി. അല്ലെങ്കിൽ ചേച്ചി വേഗം കഴിക്കുന്നതാണല്ലോ. ചേച്ചി കഴിയുന്നത് വരെ ലക്ഷ്മിക്ക് ഒരു സ്വൈര്യം കൊടുക്കാറില്ല. ഇപ്പൊ ഒക്കെ മാറിയോ? ആ ലക്ഷ്മി, ഇപ്പൊ ഒക്കെ മാറി. എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ സ്വഭാവം മാറ്റാണ്ടിരിക്കുക? നമ്മളൊക്കെ മരിച്ചു പോകുന്നവരല്ലേ. അപ്പോ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ഇരിക്കാന്ന് വിചാരിച്ചു. ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ ലക്ഷ്മിയുടെ മുഖം നോക്കും അന്തം വിട്ടിരിക്കുന്നു. ആ, അന്താളിപ്പ് ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അവളോട് പെരുമാറിയത്, അതുകൊണ്ടാണ്. ആ ചേച്ചി, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. കഴിഞ്ഞു പോയതിനെ പറ്റി ഇനി പറയാൻ നിൽക്കാതിരുന്നാ മതി ആരും. ആ ലക്ഷ്മീനാക്ഷി, ചേച്ചിയുടെ ഇപ്പത്തെ സ്വഭാവ മാറ്റത്തെ പറ്റിയിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ടാവും ചേച്ചിനെ നന്നായിട്ടില്ലേ? ആടി മീനാക്ഷി, അറുമുറ തലങ്ങും വിലങ്ങും നിന്ന് എന്നെ കളിയാക്കി കൊല്ലടി. ചേട്ടനും മോനും എൻ്റെ മോളും എല്ലാവരും. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചേച്ചി കാട്ടിക്കൂട്ടിയത് അങ്ങനെയാണല്ലോ. ആ, എന്തായാലും കുറച്ച് ദിവസം അതൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ അതൊക്കെ മാറുന്നുള്ളൂ എല്ലാവരും. ആടി, അതത്രേ ഉള്ളൂ. ആ, എന്തായാലും ചേച്ചി ഞാൻ ഇറങ്ങട്ടെ. ചുമ്മാ ഒന്ന് ഒരാഴ്ചയല്ലേ കണ്ടിട്ട്, അപ്പൊ ഒന്ന് കാണാൻ വന്നതാ. ഇനി നിങ്ങൾ അമ്മായിമ്മ വരുമ്പോൾ സംസാരിച്ച് സ്നേഹത്തോടു കൂടി ഇരിക്കും. ഞാൻ പോണു. അല്ലടി മീനാക്ഷി, എന്തെങ്കിലും കുടിച്ചിട്ട് പോവാ. ഗായത്രി ഉണ്ട് അടുക്കളയിൽ. അവൾ എന്തെങ്കിലും ഉണ്ടാക്കും നിനക്ക്. നല്ല ജ്യൂസ് എന്തെങ്കിലും കുടിക്കേ. എല്ലാവരും നിങ്ങളെ ഇട്ട് ആക്കുകയാണല്ലോ. എനിക്ക് സങ്കടം ഇപ്പോൾ വന്ന ഗായത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും എടുക്ക് പിടിക്കുന്ന പറഞ്ഞാൽ ലക്ഷ്മിനെല്ലാം അടുക്കളയിലാക്കുക ചേച്ചി നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഗായത്രിനെ കൂടെ സ്വന്തം മോളിനെ കൊണ്ടല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്. എനിക്ക് വിഷമമാണ്, എനിക്ക് സങ്കടമാണ് ചേച്ചി വരുന്നത്. മീനാക്ഷി, നീ അറിയണ്ട, ഇനി എന്നും എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ചേച്ചി എനിക്ക് സന്തോഷമായി. അല്ല, കുട്ടികളൊക്കെയോ? ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തി. അപ്പോൾ വെറും കഞ്ഞി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചു. അപ്പോൾ കുട്ടികളത് കഴിച്ചു. ഇതാ കിടന്ന് ഉറങ്ങണുണ്ടാവും. ഞാൻ ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അവനോ പണിക്ക് പോയോ? ഇന്ന് ഞായറാഴ്ച അല്ലേ ചേച്ചി, പണിയൊന്നുമില്ല. അപ്പോൾ കുട്ടികളുടെ കൂടെ ചേട്ടനും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അവരെ ഞാൻ വരുമ്പോൾ കിടക്കണ്ടായിരുന്നു 3 ആളും. ആണോ? ഇവിടെ ആണുങ്ങൾ 2 പേരും ഇല്ല. മോന് ജോലിക്ക് പോയിക്കണേ, ഏട്ടൻ ആരിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിക്കണേ. ആണോ? എങ്കിൽ ശരി, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഇതാ 2 മണിയാവാനായി. ഞാൻ വിചാരിച്ച സാധാരണ നിങ്ങൾ 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുന്ന ആൾക്കാരല്ല, അതുകൊണ്ടാണ് ഞാൻ 1:30 ആയപ്പോൾ ഇറങ്ങിയത്. നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ആകെ മാറിയിരിക്കുകയാണെന്ന് ഞാനൊന്ന് ചിന്തിച്ചില്ല. ചിന്തിച്ചാലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇതിപ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. പിന്നെയല്ലേ ചിന്തിച്ചിട്ട് വിശ്വസിക്കുന്നത്. മീനാക്ഷി ആക്കല്ലേ മീനാക്ഷി, ഏതൊരു മനുഷ്യനും പറ്റില്ലേ മീനാക്ഷി അബദ്ധം. അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്, ഏതൊരു മനുഷ്യനും അബദ്ധം പറ്റും. പക്ഷെ ആ അബദ്ധം മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ അബദ്ധത്തിൽ വീഴാതെ നല്ലപോലെ ജീവിക്കുന്നവനാണ് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തി. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. മീനാക്ഷി ചേച്ചി നല്ല തത്വവും നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ടല്ലോ. നല്ലൊരു എന്താ പറയുക, മോട്ടിവേഷൻ സ്പീക്കറിനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. ചിലത് ഉള്ളിൽ തട്ടി കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് വരുന്ന വർത്താനങ്ങളുണ്ട് ലക്ഷ്മി. അതുപോലെ ചിലത് ഉള്ളിൽ തട്ടി സങ്കടം കൊണ്ട് വരുന്ന വർത്താനമുണ്ട് ലക്ഷ്മി. ഇപ്പം എൻ്റെ മനസ്സിൽ നിന്ന് വന്നത് സന്തോഷവും സങ്കടവും ചേർന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പം എൻ്റെ വായിൽ നിന്ന് വർത്താനം നിങ്ങൾ കേട്ടത്. അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു നിന്നെ അവർ ഓരോന്ന് കാണിക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഇവർ നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ സന്തോഷവും ഉണ്ട്. എനിക്കറിയാം ചേച്ചി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറി. ഇനി മുന്നോട്ടുള്ള ജീവിതം എന്നും അമ്മയുടെ സ്നേഹം കിട്ടിക്കൊണ്ട് പോട്ടേന്ന് തന്നെയാണ്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും മീനാക്ഷി, നീ പേടിക്കണ്ട. എന്നെങ്കിലും നിന്റെ അമ്മായിമ്മ ഒരു നന്മ, എന്നിലെ നന്മ അറിയട്ടെ എന്ന് നീ പറയില്ലേ? നിന്നിലെ നന്മ അറിഞ്ഞുകൊണ്ട് നിന്നെ ഇനി മരണം വരെ അവരെ നോക്കും, സ്നേഹിക്കും. അങ്ങനെ തന്നെ ആവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ നിന്നെ അല്ലാതെ പിന്നെ വേറെ ആരെയാടി അനുഗ്രഹിക്കുക? ശരി ലക്ഷ്മി, ഞാൻ പോട്ടെ, സമയം വല്ലാണ്ടായി. ഇനി പോയി ഒന്ന് എനിക്കും കിടന്നുറങ്ങണം. ശരി ചേച്ചി. ഒഴിവാകുമ്പോൾ അമ്മായിമ്മയും മരുമോളും മോളും എല്ലാവരും പാടെ ഇറങ്ങി വീട്ടിലോട്ട്. ആടി ലക്ഷ്മി, ഞങ്ങൾ വരാം കേട്ടോ. ശരി എന്നാ, ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ. ശരി എന്നാ, ഭക്ഷണം കഴിക്കൂ, ഞാൻ പോണു. നമുക്ക് ഭക്ഷണം കഴിക്കാം മോളെ. ഗായത്രിയുടെ മീൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മായിമ്മൻ്റെയും മരുമോളുടെയും ഭയങ്കര സംസാരം, കൊച്ചു വർത്താനങ്ങൾ തീർന്നെങ്കിൽ ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം. മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വായോ. ഇപ്പം മീനാക്ഷി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഗായത്രി മീനാക്ഷി ചേച്ചി അന്തം വിട്ടിട്ട്
വിഷമിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. വിഷമമല്ല, സന്തോഷവും സങ്കടമൊക്കെ ചേർന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യന്. അങ്ങനത്തെ ഒരു അനുഭവം ഇവിടുന്ന് കിട്ടി. എന്നിട്ടപ്പോൾ പോയത്. ഇനി എന്താണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വർത്താനം പറയാം. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മ വാ, ചേട്ടത്തമ്മ വാ, പോവാം ഭക്ഷണം കഴിക്കാം. കൂട്ടുകാരെ കണ്ടില്ലേ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ കേട്ടോ. ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ചാനലിൽ 3K സബ്സ്ക്രൈബേഴ്സ് ആവാനായിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും മതിയായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഇതുവരെ ഞങ്ങളെ വളർത്തിയ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങൾ പിന്തുണച്ച നിങ്ങളുടെ ആ സപ്പോർട്ട് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാരുണ്യവും വീണ്ടും ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനിയും ഞങ്ങളെ നിങ്ങൾ പിന്തുണച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവരും നന്നായിരിക്കട്ടെ. എല്ലാവരുടെയും നന്മ നിറഞ്ഞ ആഗ്രഹങ്ങൾ ദൈവം സഫലീകരിച്ചു തരട്ടെ. നെക്സ്റ്റ് വീഡിയോ. എടാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ പുറത്തേക്ക്? എങ്ങോട്ട് പോവാനാടേ? നീ നടക്ക്. അമ്മയും അച്ഛനും ഇല്ലാത്ത ദിവസമല്ലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ശരി, വാ പോവാം. പക്ഷെ എങ്ങോട്ടാ പോവുക? ആദ്യം നമുക്ക് കാർ എടുക്കാം. അപ്പം അറിയും, എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുള്ള തോന്നൽ കിട്ടും നമുക്ക് തന്നെ. എടാ, ഈ സ്ഥലം കൊള്ളാലോ. ഹായ്, ദേടാ അളിയ ഒരു പെണ്ണ് നിൽക്കണു. നീ വഴി പോണ പെൺപിള്ളാരെ നോക്കാതെ സ്ഥലം നോക്ക്. അതോടെ അവിടെ ഒരു കഫേ, നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാം. വാ. അതും പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ ഈ ഫ്രണ്ടിലോട്ട് എടുക്കുന്നേ? പാർക്കിംഗ് വേണ്ട, എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? ചായ കുടിക്കി. ചായ മാത്രമേ ഉള്ളോ? ചായന്റെ കൂടെ തിന്നാൻ ഒന്നും ഇല്ലേ? പിന്നെ പൈസ നിറഞ്ഞിരിക്കണോ? ആകെ ഉണ്ടായിരുന്ന 30 രൂപയാണ്. ഒരു ചായക്ക് 15 രൂപ കഴിഞ്ഞു കയ്യിലുള്ള പൈസ. കന്നിച്ചേട്ടൻ, വാ നടക്ക്. ചായ കുടിച്ചു കഴിഞ്ഞില്ലേ, വീട്ടിൽ പോവാ. അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ചെണ്ടമേളം നടക്കും രണ്ടാളുടെ പുറത്ത്. ശരിയാ, വാ പോവാം. കുട്ടികളെ കാണാനില്ലല്ലോ, എവിടെ പോയി അവര്? നിങ്ങളുടെ മക്കളല്ലേ, നമ്മൾ വരുന്നത് വൈകിട്ടാണെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അവരെവിടേക്കെങ്കിലും തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ടാവും. എന്താ ഏട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തായാലും നമ്മൾ അങ്ങനെ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ ഇല്ലാത്ത സമയത്തല്ലേ കുറച്ചൊക്കെ ഫ്രീഡം എടുത്തോട്ടെ, അല്ലെങ്കിൽ മക്കൾ തല്ലിപ്പൊളി മക്കളാകും. ഇനിയിപ്പോൾ മക്കൾ വന്നാലേ നിങ്ങൾ അധികം ചൂടാവാനൊന്നും നിൽക്കരുത് കേട്ടോ. ഞാനൊന്ന് ബാത്റൂമിലോട്ട് പോയിട്ട് വരട്ടെ. മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് അന്തല്ല. ഇനി നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ രണ്ട് മൂത്രയിക്കണ്ട ഫ്രണ്ടിൽ. എനിക്ക് തല കറങ്ങടാ. ദൈവമേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടല്ലേ. ദൈവമേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലെങ്കിൽ ഞാൻ 100 രൂപ കാണിക്കിടാം. പിന്നെ ചായക്കാശ് 15 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത നീയാണോ 100 രൂപ ഇടുന്നത്? നീ പോട പ്രാന്ത. നടക്കെന്തായാലും കിട്ടുന്നത് രണ്ടാക്കും ഒരുമിച്ച് വാങ്ങിക്കാം. അവർ രക്ഷപ്പെട്ടു. അച്ഛനെയും അമ്മനെയും കാണുന്നില്ല, അവര് റൂമിലെ തോന്നുന്നു. വാ, നമുക്ക് വേഗം പോയി കടന്നുറങ്ങാം. അച്ഛൻ, അച്ഛാ സുഖല്ലേ? എങ്ങോട്ട് പോയതാ രണ്ടുപേരും? ഇവൻ എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്. എടാ ദ്രോഹി, ചതിയാ, നന്ദിയില്ലാത്തവനെ. അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ രണ്ടാക്കും അടി കിട്ടും. ഇതാകുമ്പോ നീ ഒരാൾ വാങ്ങിച്ചാ മതിയല്ലോ. രണ്ടാളും ചായ കുടിച്ചോ? കുടിച്ചു വെച്ചാ. ശരി, കൈകാലൊക്കെ കഴുകിയിട്ട് പോയിരുന്ന് പഠിക്ക്. അതാ ഞാൻ ആലോചിക്കുന്നേ. ഇല്ലെങ്കിൽ അച്ഛൻ്റെ അടി കിട്ടി നമ്മൾ ഈ കരയണ സമയമായിരിക്കും ഇപ്പത്. എന്തായാലും രക്ഷപ്പെട്ടു. ബാ നടക്ക്. അച്ഛൻ്റെ സ്വഭാവം മാറുന്നതിന് മുന്നേ നമുക്ക് മാറാം ഇവിടുന്ന്. എങ്ങോട്ട് തിണ്ടാൻ പോയതാ രണ്ടാളും പാടെ? അത് അച്ഛനില്ലാത്ത സമയത്തല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേഴ്സിൽ മുങ്ങിയതാണ്. പക്ഷെ അമ്മ അച്ഛന് കയറുന്നതിന് മുന്നേ വരണമെന്ന് വിചാരിച്ചു, നടന്നില്ല, ഫ്ലോപ്പ് ആയിപ്പോയി. അല്ല അമ്മ, അച്ഛൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. അല്ലെങ്കിൽ സാധാരണ
ആഹാ അത് ശരി. അപ്പൊ തല്ലി കൊള്ളാനതാണോ അപ്പൊ സങ്കടമായി പോയത് നിങ്ങൾക്ക്? അല്ല, എന്നാൽ ഈ അച്ഛന് ഇതെന്ത് പറ്റി? അയ്യോ, അത് വെറുതെ ഒന്നും അല്ല മക്കളെ. നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനെ ഞാൻ സോപ്പിട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അടി കിട്ടാതിരുന്നത്. അതെന്തായാലും നന്നായി അമ്മ. എന്തായാലും കൂട്ടുകാരെ, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ രക്ഷിച്ചതുപോലുള്ള പരിപാടി വീട്ടിൽ നിങ്ങളുടെ അമ്മമാര് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണേ കമന്റ് ആയിട്ട്. എങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നെക്സ്റ്റ് വീഡിയോ. എടാ, ഇനി നീ എൻ്റെ ബാഗിൽ തൊട്ട നിന്റെ മണ്ട ഞാൻ അടിച്ചു പൊളിക്കൂട്ടാ. ഓ പിന്നെ അടിച്ചു പൊളിക്കാനായിട്ട് വാടി ഇങ്ങോട്ട്. നിന്റെ മണ്ട നിറകും, നിന്റെ നിറവും മണ്ടയ്ക്ക് ഞാൻ ആദ്യം അടിക്കും. മക്കളെ, എന്താ അമ്മ? അമ്മയുടെ മക്കള് നല്ല കുട്ടികളായിട്ട് പഠിക്കുകയാണോ? അമ്മ ഇതപ്പോ ഒരു സാധനം കൊണ്ടുവരാം കേട്ടോ. ഹായ്, എന്താണമ്മ? നല്ല ചിക്കൻ ബിരിയാണി ആണോ? നിക്ക്, ഞാൻ അപ്പൊ കൊണ്ടുവരാം. അമ്മ കൊണ്ടുവരുന്നത് വലുത് നോക്കി ഞാൻ എടുക്കും. നോക്കിക്കോ, നിനക്ക് ചെറുതേ ഞാൻ തരുള്ളൂ. ഓ പിന്നെ നമുക്ക് നോക്കാം. ഹായ്, ഫ്രഞ്ച് ഫ്രൈസോ? നീ അല്ലടി പറഞ്ഞ വലുത് നീ എടുക്കും, ചെറുത് എനിക്ക് തരുന്നേ. ഇതിന്നൊന്ന് വലുത് നീ എടുത്തേ. ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ ഒരു കാര്യം, തല്ല് കൂടിയിട്ട് തിന്നാനുള്ള ഭാവമാണെങ്കിൽ ഞാനിത് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ കുട്ടികൾക്ക് ഇതൊന്നും കിട്ടാത്തതാണ്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇല്ല അമ്മ, തല്ലുകൂടാതെ കഴിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ശരി കേട്ടോ. എങ്കിൽ അമ്മ പോയിട്ട് ഇത് തിന്നുമ്പോൾ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും വേണ്ടേ, അത് പോയി എടുത്തോണ്ട് വരാം കേട്ടോ. ശരി അമ്മ. ഇങ്ങോട്ട് നീക്കി വെക്കടി അത്. എൻ്റെ ദൈവമേ, ഇത്ര പെട്ടെന്ന് ഇത് ഇത്രയും കഴിഞ്ഞോ? ഇനി ഞാനും തിന്നട്ടെ. നിന്റെ വായിൽ മാത്രമല്ല ഓട്ടെ, എൻ്റെ വായിലുണ്ട്. എടാ പിള്ളേരെ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അതപ്പോൾ ഒരു മിനിറ്റിലേ ഉള്ളൂ പോയിട്ട്, അപ്പോഴേക്കും ഇത് ഫുള്ള് തിന്ന് തീർത്തോ? അമ്മ, ഇവനാ പകുതി മുക്കാല് തിന്ന് തീർത്തത്. ഇവള് പിന്നെ ഫ്രഞ്ച് ഫ്രൈ എന്നിട്ട് മണത്തോണ്ടിരിക്കുകയായിരുന്നു അമ്മ. എന്തായാലും ഈ വെള്ളം കുടിക്കി. ഇനി തൊണ്ടയിൽ വന്ന് ഇരിക്കണ്ട, മുള്ള കുത്തണമാതിരി. ഇതമ്മ ബോട്ടിൽ കൊണ്ടുപോയിക്കോ. ഇതെന്തൊരു കുടിയോടെ കുടിച്ചത്. എന്ത് സാധനവും പതുക്കെ തിന്നണം, പതുക്കെ കുടിക്കണം, അല്ലെങ്കിൽ മേലോട്ടേക്ക് പോവേണ്ടി വരും. നെക്സ്റ്റ് വീഡിയോ. കുറേ കാലമായി ഈ ഭർത്താക്കന്മാരില്ലാത്തപ്പോൾ പുറത്തു പോകണം എന്ന് വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറേ ആശ്വാസമുണ്ട് ഇങ്ങനൊരു യാത്ര മൂന്നാളും പാടെ പോകുമ്പോൾ. ശരിയാ, അവരോടൊക്കെ ചേട്ടാ എങ്ങോട്ടെങ്കിലും പോകണം, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമോ, ഒന്ന് അപ്പുറത്തെ പാർക്കിലേക്ക് കൊണ്ടുപോകുമോ, ഇപ്പുറത്തെ പാർക്കിൽ കൊണ്ടുപോകുന്ന സമ്മതിച്ചേ തരില്ല സാധനങ്ങൾ. അത് നീ പറഞ്ഞത് ശരിയാ. എന്നാൽ അവരുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമോ? അതില്ല. എന്നാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ച് ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ അതും അവർ സമ്മതിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ പണി കൊടുക്കുക. അവരില്ലാത്ത സമയത്ത് അടിച്ചു പൊളിക്കുക. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊരു വിചാരമുണ്ട്, അടുക്കളയാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ പാർക്കും ബീച്ചും എന്നുള്ളത്. അത് ശരിയാ. ഈ തിങ്കൾ മുതൽ ഞായർ വരെയും പുറത്ത് പോയി തിരിച്ചു വരുന്ന അവർക്ക് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവോ? എൻ്റെ ഭർത്താവിന് ചേച്ചി മനസ്സിലായാലും മനസ്സിലാകാത്ത മട്ടാണ്. ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവിനെ കിണറ്റി പിടിച്ചിടാൻ തോന്നും. നിന്റെ ഭർത്താവിന് മാത്രമല്ല, ഇതുപോലെ മൂഷാട്ട സ്വഭാവം എല്ലാത്തിനും ഒരാഴ്ചയില്ലേ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടണം. അപ്പം അറിയാം അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന വിഷമം. നീ ഇപ്പം പറഞ്ഞത് നേരെ. എൻ്റെ ഭർത്താവിൻ്റെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പം നീ പറഞ്ഞത് നോക്കട്ടെ, വല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന്. നെക്സ്റ്റ് വീഡിയോ. എടി, എനിക്കും കൂടെ ഉള്ള പങ്കല്ലേ അമ്മ തന്നത്. നീ ഒറ്റയ്ക്ക് തിന്നോ തീനിപ്പണ്ടാരത്തി? നല്ല ടേസ്റ്റി, അതുകൊണ്ട് എനിക്ക് നിന്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതാ ഒരു 3-4 ഉണ്ട്, വേണമെങ്കിൽ തിന്നോ. അത് നിന്റെ കൊണ്ടേ കൊടുക്കടി, എനിക്ക് വേണ്ട ഈ പുല്ലേ. അത്രയും തോന അമ്മ തന്നിട്ട് എടി നീ ഒറ്റയ്ക്ക് തിന്നില്ലടി. പിന്നെ ഒരു 4 ഉരുളക്കിഴങ്ങ് കൊള്ളി തിന്നേനാണ് നീ ഇങ്ങനെ പറയുന്നത്? എടി, ഉരുളക്കിഴങ്ങ് കൊള്ളിയടി അത്. അമ്മ മോളിൽ പോയപ്പോ ഫ്രഞ്ച് ഫ്രൈ വാങ്ങിച്ചു കൊടുത്തതല്ലടി. നീ ഉരുളക്കിഴങ്ങ് കൊള്ളി ഇത്ര വാരി വലിച്ചു തിന്നില്ലല്ലോ. ആർത്തിപ്പണ്ടാരെന്ന് പറഞ്ഞാലും പോരാ. എന്തൊരു സാധനാണ്. വീട്ടിൽ വേറെ ഉള്ളവർക്ക് തിന്നണമെന്നുള്ള ബോധമൊന്നുമില്ല. ഒറ്റക്ക് തിന്നു തന്നെ. വൃത്തിയാട്ടവള് തിന്നുക തൂറുക ഉറങ്ങുക, പിന്നെ അതന്നെ പണി, തിന്നുക തൂറുക ഉറങ്ങുക. തിന്ന് ചാവടി, എനിക്ക് വേണ്ട നിന്റെ ഊള ഫ്രഞ്ച് ഫ്രൈ. ഉരുളക്കിഴങ്ങ് ചിപ്സ് അത്ര അവളുടെ ഉരുളക്കിഴങ്ങ് കൊള്ളി. നെക്സ്റ്റ് വീഡിയോ. അതെ ചേട്ടാ, ഒന്ന് അടുക്കളയിൽ വന്ന് സഹായിക്കുമോ?
ഇവിടെ ഞാനൊരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ആ ഏട്ടാ, ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യം പിന്നെ നോക്കിയാൽ സ്കൂളിൽ വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നോക്കി വരുമ്പോഴേക്കും അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും റെഡിയാക്കിയിട്ട് വേണം ഇനി പോകാൻ. അപ്പോഴേക്ക് സമയമാവും. ഏട്ടന് ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്. ഏട്ടൻ ഒരു പണിയില്ലാണ്ട് ഇപ്പോൾ വെറുതെ ഇരിക്കില്ല. ഒന്ന് സഹായിക്കാമോ? നടക്കില്ല മോളെ, എല്ലാ പണിയും ചെയ്തിട്ട് നീ ജോലിക്ക് പോയാൽ മതി കേട്ടോ. എൻ്റെ ഒരു വിധി അല്ലാതെ എന്ത് പറയാനാ? നിന്നോട് ജോലിക്ക് പോകാൻ ആരും പറഞ്ഞില്ലല്ലോ. കുട്ടികളുടെ എന്റെയും കാര്യങ്ങൾ നോക്കി വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ നോക്കിയിട്ട് നിനക്ക് ഇവിടെ മിണ്ടാതിരുന്നാൽ പോരെ. പക്ഷെ നിനക്ക് ഇല്ലേ വാശിയല്ലേ നിനക്ക്? എനിക്ക് പോകണം, ജോലിക്ക് പോകണം, ഞാൻ എല്ലാം മാനേജ് ചെയ്യാന്നു. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്ന സഹായത്തിന്? എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിച്ച് അപ്പം തുടങ്ങും രാമായണം. നീ ജോലിക്ക് എന്തിനാ പോണേ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മാസം ശമ്പളം കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ വേണ്ട, അത് നീ വെച്ചോ, നീ ചെയ്ത ജോലിയുടെ കൂലിയല്ലേ, അത് നീ വെച്ചോ എന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. അതെങ്ങനെയാ ഞാൻ പറയാ? എൻ്റെ ഒരു വിധി അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക? ശരി, എങ്കിൽ ഞാൻ നിനക്ക് നല്ലൊരു ഓപ്ഷൻ തരാം. നീ എനിക്ക് മാസം ശമ്പളം തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ നിങ്ങളുടെ അളിഞ്ഞ മൂഞ്ചിയ കണ്ടീഷൻ? എന്തെങ്കിലും ഉണ്ടാവും ഉടായ്പ, അല്ലാതെ അങ്ങനെ പറയില്ല. നീ ജോലിക്ക് പോകണ്ട. അപ്പോൾ ഒരു മാസത്തെ ശമ്പളം നിനക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതാവുമ്പോൾ നിനക്ക് എനിക്ക് തരണം എന്നുള്ള വിഷമം ഉണ്ടാവില്ലല്ലോ. എന്ത് പറയണോ? എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ജോലിക്ക് പോകണ്ട, അപ്പം ശമ്പളം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. എനിക്കൊരു കണ്ടീഷനുണ്ട്. ഈ വീട്ടിൽ രാവിലെ തുടങ്ങിയ പണി തീരണത് എൻ്റെ രാത്രിയാവും. രാത്രി പറഞ്ഞാൽ പാതിരാത്രിയാവും. അതിനുള്ളിൽ കുട്ടികളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, വീട്ടു ജോലികൾ, ബാത്റൂം കഴുകൽ, മാങ്ങ തേങ്ങ ചക്ക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തത് സൗജന്യമായിട്ടാണ്. ഒരു കാര്യം ചെയ്യേ, എനിക്ക് മാസം ശമ്പളം എന്തെങ്കിലും തരി. അതാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാനായല്ലോ. നിങ്ങളോട് ഇങ്ങനെ എനിക്ക് 5 രൂപ വേണം 10 രൂപ വേണം എന്ന് പറഞ്ഞിട്ട് യാചിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, ഈ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടത് നിന്റെ കടമയാണ്. മനസ്സിലായോ? അത് കയറി വന്ന അന്ന് മുതൽ എനിക്കറിയാം കടമയാണെന്നുള്ളത്. പക്ഷെ ആ കടമകൾ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞൊരു സ്നേഹം ഇല്ലെങ്കിൽ നല്ലൊരു തലോടൽ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എപ്പോഴും എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, നീ എന്താ അങ്ങനെ ചെയ്തത്, നിന്നോട് അതല്ല ഉണ്ടാക്കാൻ പറഞ്ഞ്, നീ എന്താ ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾ രാവിലെ പോകും ഓഫീസിലേക്ക്, മക്കൾ രാവിലെ പോകും സ്കൂളിലേക്ക്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഉരുകുന്നത് ഞാനാണ്. ഇടയിൽ ഒരു തലവേദന വരികയോ അല്ലെങ്കിൽ വയ്യാണ്ടാവുക എന്തെങ്കിലും ചെയ്താൽ 5 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ല ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചാൽ. അതും സഹിച്ച് നിങ്ങൾ വരുന്ന വരെ ഇരിക്കണം. അതാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ. അപ്പം പിന്നെ ഇവിടുത്തെ പണികൾ ചെയ്യുന്നതിന് കുറച്ച് കാശ് എനിക്ക് വേണം മാസം എന്ന് ചോദിക്കണ ഇതിൽ എന്താ തെറ്റുള്ളത്? എന്നാൽ അറിഞ്ഞ് തരിക, എന്നിട്ട് വെച്ചോ, എന്തെങ്കിലും ആവശ്യം നിനക്ക് ഉണ്ടാവും. പെട്ടെന്നൊന്ന് പീരീഡ്സ് ആയി, പാഡില്ല, പോയി വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. ഞാനായിട്ട് പോയി വാങ്ങിക്കാനും നിങ്ങൾ സമ്മതിക്കില്ല, 5ൻ്റെ പൈസയും തരില്ല. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യൂലല്ലോ. പിന്നെ കടയിൽ പോയി വാങ്ങിക്കാൻ എനിക്കൊന്നും പറ്റില്ല, അതൊക്കെ നാണക്കേടാണ്. എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുക. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഭാര്യ ചെയ്യേണ്ട കടമകൾ, ഭർത്താവിനോട് ഭാര്യ ചെയ്യേണ്ട എല്ലാ കടമകളും ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നില്ലേ? ഒരു മക്കൾക്ക് ചെയ്യേണ്ട എല്ലാ കടമകളും കർത്തവ്യങ്ങളും ഞാൻ ചെയ്യുന്നില്ലേ? നട്ടല് ബലത്തോടെ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച പോലെ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുമോ? നിനക്ക് ഞാൻ ഇന്ന് വരെ ചെയ്ത് തരാത്തതായിട്ട് എന്താണുള്ളത് എന്ന്? എടി, നീ പറഞ്ഞു എങ്ങോട്ടാ ഈ പോകുന്നേ? അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ് നീ അടുക്കളയിൽ പോയി വല്ല പാത്രം കഴുകുകയെന്നല്ലേ നിങ്ങൾ എന്നോട് പറയാറ്. എന്ത് ചെയ്തു തന്നാലും കുറ്റവും പഴിയും മാത്രമാണ്. സ്നേഹം കൊണ്ടൊരു വാക്ക് പറയില്ല. ഇങ്ങനെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി അടുക്കളയിലും റൂമിലൊക്കെ കടന്ന് ഉരുക തന്നെ. എന്നാൽ പഠിച്ചതും കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ജോലിക്ക് പോകുന്നത്. അപ്പോഴും പഴിവാക്കുകൾ മാത്രം. നിങ്ങളെ പോലുള്ള കുറേ ഭർത്താക്കന്മാരുണ്ട് ഈ ലോകത്ത്. നിങ്ങളുടെയൊക്കെ ചിന്താഗതി മാറാൻ ഇനി ലോകാവസാനം ആവണം, എന്നാലേ മാറുള്ളൂ നിങ്ങളുടെയൊക്കെ ചിന്താഗതി. നിങ്ങളുടെയൊക്കെ ചിന്താഗതി ഞങ്ങൾ ജോലിക്ക് പോണതിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ച് ജോലിക്ക് പോയിട്ട് മാസം കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ നിങ്ങളുടെ ചിന്താഗതിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ ആ ചിന്താഗതി നല്ല ചിന്താഗതി ആയിരിക്കും, പൈസ വാങ്ങിക്കാൻ. ആ ജോലിക്ക് പോണതിനൊന്നും അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ആ പൈസ വാങ്ങിക്കുന്ന ടൈമിൽ പിറ്റേ ദിവസം മുതൽ പിന്നെ നിങ്ങളുടെ ആ കുരുപൊട്ടൽ സ്വഭാവം തുടങ്ങും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒന്നില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിന് യോജിച്ച ജോലി എനിക്കുണ്ട്, അതിന് പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്ന വീട്ടു ജോലിക്ക് എനിക്ക് ശമ്പളം കിട്ടണം.
നിങ്ങളെയൊക്കെ പേടിച്ച് ജീവിക്കാൻ നിന്നാലുണ്ടല്ലോ ഉരുകി ഉരുകി തീരും, നശിച്ചു പോകും എൻ്റെ ജന്മം. മിണ്ടാതിരുന്ന അവിടെ നീ, അല്ലെങ്കിൽ മോന്തൊക്കെ അടി വാങ്ങിക്കും. നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഡാ മോനെ ഒരു 10,000 രൂപ അയച്ചു തന്നേ, അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് അങ്ങനെയാണ്, അമ്മയ്ക്ക് കുറച്ച് കടങ്ങളുണ്ട് ഒന്ന് വീട്ടാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒരു 2,000 ഒരു 100 രൂപയോ എന്തിനെങ്കിലും ചോദിച്ചാൽ അതുപോലും എടുത്തു കൊടുക്കാനില്ല. എന്തിന് ഒരു 5 രൂപ എടുത്തു കൊടുക്കാനില്ല. അതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ജോലിയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതിന് സ്നേഹം വേണ്ടേ? അറിഞ്ഞ ഒരു സമ്മാനമായിട്ട് എനിക്കൊരു 10 രൂപയുടെ സാരി എങ്കിൽ 10 രൂപയുടെ സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ നിങ്ങൾ? അത് ഏതെങ്കിലും വിഷുവിനോ ഓണത്തിനോ ഒന്ന് ഡ്രസ്സ് എടുത്ത് തന്നാൽ ഒരു കൊല്ലം വരെ അതിൻ്റെ പൈസൻ്റെ കണക്കും പറഞ്ഞും കൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ സ്വഭാവം. എന്നാൽ നിങ്ങളെടുക്കും മാസം ഷർട്ടും പാൻറ്റും അതും ഇതും ചോദിച്ച്, ഞാൻ ജോലിക്ക് പോകണല്ലേ, നീ ഇവിടെ അടുക്കള പണി ചെയ്യണം, നിനക്ക് എന്തിനാ ഡ്രസ്സ്, അതല്ലേ നിങ്ങൾ പറയുന്നത്? എടി 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 നിന്റെ നിന്റെ മരമണ്ടയിൽ ഞാൻ ചുറ്റിക വേണ്ട, മുണ്ടാണ്ടിരുന്നോ. എന്നോട് കൂടുതലായിട്ടൊന്നും പറയിപ്പിക്കണ്ട നീ. നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ട് കേട്ട് മടുത്ത കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഒരു മൊബൈൽ വാങ്ങിത്താട്ട് ചേട്ടാ, അച്ഛനെയും അമ്മേനെയും വിളിക്കാനാണ്. നിങ്ങളില്ലാത്ത സമയത്ത് ആകെ ഉള്ളൊരു ആശ്രയമല്ലേ അവർ എന്ന് പറഞ്ഞൊരു ഫോണ് പോലും വാങ്ങിച്ചു തരില്ല. നിങ്ങളുടെ ഫോണ് തൊട്ടാലോ, എന്തിനാ നീ എൻ്റെ ഫോൺ എടുത്ത്, നിൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിക്കാനാണോ എൻ്റെ ഫോണ്? അങ്ങനെയുള്ള വർത്താനല്ലേ നിങ്ങളുടെ വായിന്ന് വരുള്ളൂ. നിനക്ക് ഇവിടെ എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ട് TV വെച്ച് തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മതിയില്ലേ? TV മാത്രം കണ്ടാൽ മതിയോ? എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മേനോടൊന്നും വർത്താനൊന്നും പറയണ്ടേ? പിന്നെ അച്ഛനോടും അമ്മേനോട് വർത്താനം പറയണ്ടാണ് ഇപ്പോൾ. നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ ദിവസം അച്ഛനെയും അമ്മേനെയൊക്കെ, അപ്പം നിങ്ങൾക്കും വർത്താനം പറയാതെ ഇരുന്നൂടെ? ഞാൻ എൻ്റെ അച്ഛനമ്മേനെയും വിളിക്കുന്നത് എൻ്റെ ഫോണിലാണ്, മനസ്സിലായോ? അല്ലാണ്ട് നിന്നോട് ഞാൻ കൈനീട്ടി യാചിക്കുന്നൊന്നുമില്ല. നിങ്ങളോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ചവിട്ടി മെതിക്കാനുള്ള വെറൊരു ഉപകരണം മാത്രമല്ലേ ഞാൻ. രാവിലെ മുതൽ അന്ത്യോളം വരെ ഭർത്താവിനെയും മക്കളിനെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്താലും കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ കൂട്ടുകാരെ എൻ്റെ വീട്ടിലെ അവസ്ഥ? ഇത് തന്നെയായിരിക്കും നിങ്ങളിൽ പകുതി 3/4 പേരുടെ വീടുകളിലെ അവസ്ഥയും. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ. എന്താ രമേ നിന്റെ മുഖത്തിനൊരു വാട്ടം? നിങ്ങൾക്ക് എന്താ എൻ്റെ മുഖം നോക്കി കുറ്റം പറയലല്ലേ പണി? ഓ, നമ്മൾ ചോദിച്ചാലും കുറ്റം ചോദിച്ചില്ലെങ്കിലും കുറ്റമാണല്ലോ. ശരി, എന്നാ ഞാനൊന്നും നിന്നോട് ചോദിക്കുന്നില്ല കേട്ടോ. ഇനി ചോദിച്ചില്ല, പറഞ്ഞില്ല, മിണ്ടിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങളൊന്ന് മര്യാദക്ക് എൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടോ? മനസ്സിന് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോഴും വരും ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട്. അത് കൊള്ളാം. നിന്റെ മനസ്സിന് സമാധാനം ഇവിടെ ആരെ കളയുന്നത്? നീയാണ് ഇവിടുത്തെ ഏക മനസമാധാനക്കേട് നടത്തുന്ന ഒരേ ഒരു വ്യക്തി. നിന്റെ വായ അടച്ചാൽ തന്നെ ഈ വീട് മുഴുവൻ മനസമാധാനം മാത്രമായിരിക്കും. അവളുടെ പറച്ചിൽ കേട്ട മനസമാധാനം കളഞ്ഞത് ഞാൻ എൻ്റെ മക്കളാണെന്ന് തോന്നുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളും ഒറ്റക്കെട്ടാണല്ലോ, ഞാൻ മാത്രം പുറത്ത്. കാര്യം നിങ്ങളുടെ ഭാര്യയാണ്, ആ മക്കളുടെ തള്ളയാണ്. പക്ഷേ എൻ്റെ കൂടെ ആരും ഒന്നിനും നിൽക്കൂല. അച്ഛനും മക്കളും തന്നെ എല്ലാത്തിനും. അച്ഛ അച്ഛ അച്ഛ. നിങ്ങളാണെങ്കിലോ മോനെ മോളെ, അയ്യോ ഒലിക്കോ സ്നേഹം. എനിക്ക് ഒരു പൊട്ട് തരില്ല. എടി മോളെ, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നീ തള്ളയാണ്, ഭാര്യയാണ് എന്നുള്ള പദവിയെ നിനക്കുള്ളൂ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കാത്ത ഒരു കുറവുമില്ല. നീ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. ഓ എൻ്റെ ഭർത്താവ് ഞാൻ സ്നേഹിക്കണം, ഓ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കണം എന്നുള്ള ചിന്ത നിനക്കില്ല. നിന്നെ പോലെ തന്നെയല്ലേ ഞാനും മക്കളെ സ്നേഹിക്കുന്നത്. പക്ഷെ എന്താ, അവരുടെ കൂടെ അവർക്ക് അനുസരിച്ച് നിൽക്കണം, തന്തയായിട്ടും തള്ളയായിട്ടൊക്കെ. അല്ലാണ്ട് വീട്ടിൽ വലിയ അമ്മൻ്റെ എല്ലാ ഒരു സ്നേഹമില്ല, വേറെ എല്ലാ ഭരണവും നീ നടത്തും. സ്വന്തം ഭർത്താവിനെ വെറുതെ വിടുന്നില്ല. ഭരണം നടത്തി നീ എൻ്റെ മണ്ടയിൽ കയറി ഇരിക്കണം. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാൻ അതിൽ നിന്ന് റിലീസായിട്ട്. നിങ്ങളുടെ പറച്ചിൽ കേട്ട് നിങ്ങളുടെ മണ്ടയ്ക്കകത്ത് ഞാൻ കയറി ഇരുന്ന് നിരങ്ങണ മാതിരിയാണല്ലോ. എന്താ സംശയം? അത് തന്നെയാണല്ലോ ഈ കാലം വരെ ചെയ്തിരുന്നത്. നിനക്കറിയോ, നീ എന്നെ തലയിൽ നിന്റെ താളത്തിനൊപ്പം തുള്ളിയിട്ടാണല്ലോ എന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്.
അതിൽ നിന്ന് ഞാനായിട്ട് സ്വയം ഇറങ്ങി. നീ എന്നെ ഇറക്കി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ക്ഷയിക്കാണ്ട് തരുന്നു. അച്ഛ ഇപ്പം ചെയ്തത് എന്ത് നന്നായെന്നോ, ഇല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവം എൻ്റെ അച്ഛനെ കിട്ടി, അച്ഛനും അമ്മയുടെ അതേ വൃത്തികെട്ട സ്വഭാവമായി മാറിയെന്നാണ് മക്കൾ എന്നോട് പറഞ്ഞത്. ഓ പിന്നേന്നല്ല, ഞാൻ വേണമെങ്കിൽ മക്കളെ വിളിക്കാം. മക്കളൊക്കെ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, അച്ഛ അമ്മ എപ്പോഴാ ഇനി നന്നാവുക? ഇനി കുഴിയിലേക്ക് പോകാൻ വലിയ സമയമൊന്നും ഇല്ല, ഇനി എന്ന് നന്നാവാൻ അമ്മ വിചാരിച്ചിരിക്കുന്നതെന്നാ മക്കൾ ചോദിക്കുന്നത്. സ്വന്തം അമ്മേന്റെ കാര്യം മക്കൾ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ വിലയും നില എവിടെ എത്തിന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളൊന്ന് പോകോ എന്റെ അടുത്തുനിന്ന്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൊക്കെ വെച്ച് വിളമ്പി തരുന്നത് വെറുതെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ട് അവരുടെയൊക്കെ വായിന്ന് കേൾക്കുന്നത് കണ്ടില്ലേ? അമ്മേനെ കുഴിക്കെടുക്കാനായി, എന്നിട്ട് അമ്മയുടെ സ്വഭാവം എന്താ നന്നാവാത്തത്? നല്ല മക്കള്, അത് കേട്ട് നിങ്ങൾ മിണ്ടാതിരുന്നു അല്ലേ? എന്റെ ഭർത്താവും കൊള്ളാം, എന്റെ മക്കളും അതിനേറെ കൊള്ളാം. പിന്നല്ലാണ്ട് ഞാൻ എന്ത് പറയണായിരുന്നു? അവര് പറഞ്ഞത് 100% ശരിയല്ലേ? 100% ശരിയെന്നോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഇളിച്ച് നിൽക്കണം നിങ്ങൾ ആദ്യം വടിക്കടിക്കണം. ഓ പിന്നെ, നീ പഴയതുപോലെ എന്നെ അടിക്കാനും കുത്താനും വാ, ഞാൻ നിന്ന് തരില്ലേ. എൻ്റെ ഈ തടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ കാലം വരെ നിനക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇനി വന്നാലേ ഒരു ചവിട്ടും മതി നീ അവിടെ കടക്കാന്. മനുഷ്യ, നിങ്ങൾക്ക് എന്നോടുള്ള പേടിയൊക്കെ പോയോ? നിന്നോട് പേടിയോ? എനിക്കോ? എന്തിന്? എടി, ഇത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ എൻ്റെ വീട്. ഞാൻ വിയർപ്പൊലിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഇന്നും തിന്നുന്നത്. പിന്നെ നിന്നെന്തിനാടി ഞാൻ പേടിക്കുന്നത്? എന്നിട്ട് നീ ഇപ്പൊ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത് എൻ്റെ മക്കളുടെ തള്ളയായതുകൊണ്ടാ. നീ മനസ്സിലായോ? പിന്നൊരു കാര്യം, എൻ്റെ അച്ഛനെയും അമ്മനെയും നിന്റെ കാലും ചൂട്ടിൽ നിർത്തി തിളപ്പിച്ചത് മാതിരി നീ എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ, ഇനി ഒരൊറ്റ അടിമതി നീ നന്നാവാന്. അത് തല്ലാതിരിക്കുന്നത് ഭാര്യനെ തല്ലുന്ന ഭർത്താവ് എന്ന പേര് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്നോട് വൈകാതെ അത് ചെയ്യിപ്പിക്കുമെന്ന് തോന്നണു. ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ തരണം ചേട്ടാന്ന് പറഞ്ഞ് നീ ചെയ്യിപ്പിക്കും തോന്നണു. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? ഞാൻ അതിന് മാത്രം നിങ്ങൾ എന്താ പറഞ്ഞത്? നീ അതിന് മാത്രവും അതിനേക്കാൾ കൂടുതലും നീ എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ അച്ഛനെയും അമ്മനെയും എൻ്റെ പെങ്ങന്മാരെയും ഒക്കെ നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നിന്നെ പേടിച്ച് ഞാൻ ജീവിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കും, നിന്നെ ഞാൻ എന്തിനാ പേടിച്ച് ജീവിച്ചത് എന്നുള്ളത്. ഇന്ന് ഞാൻ അതിൽ ഖേദിക്കുന്നു. ഇനി എൻ്റെ അടുത്ത് അങ്ങനത്തെ പരിപ്പുവടയൊന്നും ചെലവാവില്ല കേട്ടോ, പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇവിടെ മക്കളെയും എന്നെയും നന്നായി നോക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. എന്താ, അങ്ങനെ നോക്കി ജീവിക്കില്ലേ നീ? ചേട്ടാ, നോക്കി ജീവിക്കാം. ചേട്ടാ നോക്കി ജീവിക്കാന്ന് മുഖത്ത് അത്ര വീർപ്പിച്ച് വെച്ചിട്ടല്ല പറയണ്ട്, നല്ല രീതിക്ക് ചിരിച്ചിട്ട് പറയും. ചേട്ടാ, ഞാൻ നോക്കി ജീവിക്കാം ചേട്ടാ. എന്റെ സ്വഭാവം ഇനി എന്നും നല്ലത് മാത്രമായിരിക്കും. നീ പറഞ്ഞത് പൂർണ്ണമായിട്ടൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, മനസ്സിലായോ? നമ്മുടെ കൂട്ടുകാരോട് പറയേ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ. ചിരിച്ച് പറയേ, ചിരിക്കാതെ മുഖം വീർപ്പിച്ചിട്ട് അവരോടും നീ വർത്താനം പറയുന്ന ദപ്പ കിട്ടും മോന്തക്കടി. ഇല്ല ചേട്ടാ, ഞാൻ ചിരിക്കുന്നത് കണ്ടില്ലേ? പറയുന്ന കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. നീ എന്തിനാ ഡാൻസ് കളിക്കുന്നത്? നിങ്ങൾ മക്കളെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഇവരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടോട്ടെ. അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ. എടി രശ്മി, ഒരു ഗ്ലാസ് ചായ എടുത്തേ എനിക്ക്. ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? നീ എൻ്റെ പ്രാന്ത് സ്കെയിലും കൊണ്ട് അളക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് ചെയ്യ്. പറയുമ്പോ എല്ലാം ചെയ്യാനും ഇവിടെ എന്താ വല്ല മെഷീനുണ്ടോ? നിങ്ങൾ കാണുന്നില്ല ഒരു ചുമ പാത്രം എനിക്ക് കഴുകാനുള്ളത്? അതിനൊന്നുമില്ല, ഒരു ഗ്ലാസ് ചായ അല്ലേ, അത് നിങ്ങൾക്ക് തന്നെ വെച്ചൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ചായ വെച്ചിട്ട് സൗകര്യം പോലെ ബാക്കിയുള്ള പണി ചെയ്താൽ മതി കേട്ടോ. എല്ലാ ജോലിക്കാരനെയും പറഞ്ഞയച്ചിട്ട് എന്നെ ഇങ്ങനെ പണിയെടുപ്പിച്ച് കൊല്ലാനല്ലേ ഉദ്ദേശം? പണിയൊന്നും എടുക്കണ്ടായിരുന്നല്ലോ, എല്ലാ പണി ആ ജോലിക്കാർ ചെയ്യില്ലേ, ശമ്പളവും ഞാനാ കൊടുക്കുന്നത്. പക്ഷെ നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ കുറെ ദിവസമായില്ലേ എന്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്? എന്താ എന്റെ കയ്യിലിരിപ്പ്, അതൊന്ന് പറഞ്ഞേ.
ശരി, ഇവിടെ നിന്റെ കയ്യിലിരിപ്പ് ഒന്നുമില്ല. നീ എന്തെങ്കിലും നിന്റെ ഒരു നല്ലൊരു കാര്യം ഒന്ന് പറയോ? എന്തേ നിന്റെ ദേഷ്യം പോയി അന്തം വിടലായോ ഇപ്പോ? അല്ല, അത് പിന്നെ പെട്ടെന്ന് ചോദിച്ചാല് എന്തെങ്കിലും നല്ല കാര്യമാണെങ്കിലും കിട്ടണ്ടേ? എന്റെ ദൈവമേ, ലോകത്ത് ഇതാദ്യമായിട്ടായിരിക്കും ഒരാളുടെ നല്ല കാര്യം ഒന്ന് പറയുന്ന അയാളോട് തന്നെ ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു അന്തം വിടല്. ഓ പിന്നെ നിങ്ങൾ പോയി പണി നോക്കീന്നേ. നീ എന്നോട് മക്കളോട് ചോദിക്ക്, ഏട്ടാ നിങ്ങളുടെ നല്ല കാര്യം എന്താ? നിന്റെ മക്കളോട് ചോദിച്ചേ, എടാ മക്കളെ നിങ്ങളുടെ ഒരു നല്ല കാര്യം പറഞ്ഞേന്ന് 100 അവരെടുത്ത് പറയും, 100 ഞാനെടുത്ത് പറയും. പക്ഷെ നിനക്ക് ഒരെണ്ണം പോലും പറയാനില്ല. അതാണ് നിന്റെ മഹിമ. ഓ പിന്നെ വീട്ടിലൊരു ജോലിക്കാരി വരുന്നുണ്ടല്ലോ, അവളോട് നിന്റെ പെരുമാറ്റം എങ്ങനെയാ? ഞാൻ പണം കൊടുക്കുന്നവളല്ലേ, അതുകൊണ്ട് എന്തുമാവാന്നുള്ള ഭാവമാണോ നിനക്ക്? ആ പിന്നെ ഞാൻ കാശ് കൊടുക്കുമ്പോ ജോലിക്കാരനോട് എങ്ങനെ വേണമെങ്കിലും എനിക്ക് പെരുമാറാം. ആ അതാണ് നിന്റെയിൽ വരുന്ന തെറ്റ്. നിന്റെയിൽ മാത്രല്ല, നിന്നെ പോലെയുള്ള കുറെ എണ്ണങ്ങളുണ്ട് ലോകത്ത്, ഭൂമിയിൽ. ഇതുപോലെ ജോലിക്ക് വരുന്നവരനോട് നല്ല രീതിക്ക് പെരുമാറാണ്ട് മൂഞ്ച രീതിയിൽ പെരുമാറും. അവരെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു സഹായം എന്നുള്ളത് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് വേലക്കാരിയാണ്, പൈസ കൊടുത്തിട്ട് കൊണ്ടുവരുന്നവരാണ് എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്കെന്തോ ആവാ, ഞാൻ പൈസ കൊടുത്തിട്ട് വരുന്നവളാണവൾ എന്നുള്ള ചിന്തയാണ് നിനക്ക്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഈ വീട്ടിലെ ജോലിക്കാരി നീയായി, നീ തന്നെ ആയിക്കോ. ഓ പിന്നെ നിങ്ങൾ വലിയ കാര്യമൊന്നും പറയണ്ട. ഒരു 2-3 മാസത്തിന് ശമ്പളം കൊടുക്കാനുള്ള കാശ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ടോ. 2-3 മാസത്തിനുള്ള കാശല്ലേ നിന്റെ കയ്യിലുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ മരിക്കുന്നവരെ ഒരു ജോലിക്കാരനെ വെക്കാനുള്ള ശമ്പളം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ചെയ്യില്ല. ഞാൻ മരിക്കുന്നവരല്ല. ഇനി നീ മരിക്കുന്നവരെ ഈ വീട്ടിൽ ജോലിക്കാരി നീയാണ്. അത് നിന്റെ കയ്യിലിരിപ്പോട്ട് നീ സ്വയം വാങ്ങിച്ച ഒരു പണിയാണ്, 8ന്റെ പണി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോള് ആദ്യം ചായ വെക്കുക, എന്നിട്ട് ഈ പാത്രങ്ങൾ കഴുകുക. ഇപ്പൊ ഇത്രയും നേരം പൈപ്പും തുറന്നിട്ട് വെള്ളം കളഞ്ഞുകൊണ്ട് എന്നോട് വർത്താനം പറഞ്ഞതിന് നിന്റെ ചെകട ഞാൻ പൊളിക്കണം. വെള്ളം ഇങ്ങനെ കളയാൻ പാടില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വേഗം ചായ വെച്ചിട്ട് വാ. ഇതാ ചായ. എന്തിനാ മുഖത്തൊരു സങ്കടഭാവം വെച്ചിരിക്കുന്നേ? ഓ നിന്റെ മുഖത്ത് 24 മണിക്കൂർ ദേഷ്യഭാവമല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ മുഖം സങ്കടമായാലും ദേഷ്യമായാലും ഇനി ചിരിയായാലും നിങ്ങൾക്ക് എന്താ? എന്റെ മുഖത്തെ സങ്കടം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. മുഖത്തെ സങ്കടം കണ്ടുപിടിച്ചിട്ടാണല്ലോ ജോലിക്കാരനെ വേഗം പിരിച്ചുവിട്ടത്. അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? ഒരു ഭാര്യയായാല് ഭർത്താവിനെ സ്നേഹിക്കണം, ഒരമ്മയായാല് മക്കളെ സ്നേഹിക്കണം. അവളൊരു മരുമകളാകുമ്പോൾ അവളുടെ അമ്മയെയും അമ്മായി അപ്പനെയും സ്നേഹിക്കണം. വീടിനടുത്ത് അയൽവാസികൾ ഉണ്ടായാൽ അവരെ സ്നേഹിക്കണം, കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കണം. ഈ കാര്യങ്ങളൊന്നും നീ ഇതുവരെ ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല, വീടിനകത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അന്ന് മരുമക്കളില്ല, മക്കളും ഭർത്താവേ ഉള്ളൂ. എന്നിട്ടാണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മരുമകളും കൂടെ വന്ന എന്തായിരിക്കും? നീ ആ പെണ്ണിനെ വിഷം കൊടുത്ത് കൊല്ലില്ലേ? ഇന്ന് ഈ ക്ലാസ് കൊണ്ടുപോയി വെക്കി, ചായ കുടിച്ചു കഴിഞ്ഞു. നിന്നോട് വർത്താനം പറഞ്ഞ് ചായ കുടിച്ചതായിട്ട് തോന്നുന്നതേ ഇല്ല. ഇനി എനിക്ക് ചായ കൊണ്ടുവരുന്ന വഴിക്ക് ആ സിങ്കിലെ വെള്ളം തുറന്നിട്ടിട്ടാണോ നീ വന്നത്? ഓ ഞാൻ അടച്ചിട്ടാ വന്നത്. ഇനി അതിനും കുറെ കുറ്റങ്ങൾ കണ്ടെത്തി. പോയി പണി നോക്ക് നീ നിന്റെ. കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്തൊരു ഭർത്താവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവളെന്നും വീട്ടിലൊരു എന്താ പറയുക, ഒരു നല്ല ഭാര്യയോ നല്ല അമ്മയോ ഒന്നുമല്ല. അതിൻ്റെ ഭവിഷ്യത്താണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അവൾക്ക് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയും വരില്ലായിരുന്നു. പക്ഷെ അവളുടെ കാട്ടിക്കൂട്ടൽ കൊണ്ട് ഞാനായിട്ട് കൊടുത്ത ഒരു പണിഷ്മെൻ്റാണ്. നോക്കട്ടെ കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ എൻ്റെ ഭാര്യ നന്നാവുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ. ചേട്ടാ എന്തൊരു വെയിലാണ് ചേട്ടാ. ഈ ഫെബ്രുവരി കഴിയുമ്പോ തന്നെ ഈ ചൂട് സഹിക്കാൻ വയ്യെങ്കിൽ ഇനി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ എനിക്ക് ആലോചിക്കാൻ വയ്യ. നീ പറഞ്ഞത് നേരാ. നമുക്ക് പറയാം വീട്ടിൽ AC എങ്കിലും ഉണ്ട്. ഈ ചൂടത്ത് കുറച്ചൊന്നും നടന്നാലും നമുക്ക് പോയിട്ട് വീടിനകത്ത് കയറി AC ഇട്ടിരിക്കുക. ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ചേട്ടൻ പറഞ്ഞത് നേരാ. എന്തായാലും നീ വേഗം നടക്ക്, വീടെത്താം. വാ വേഗം പോവാം. ആദ്യം പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിക്കണം.
ഓ എന്റെ ചേട്ടാ വീടെത്തിയപ്പോ തന്നെ പകുതി ആശ്വാസമായി. ആ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, എത്ര ചെറ്റക്കുടിലാണെങ്കിൽ അവനവന്റെ വീട് സ്വർഗം തന്നെയാണ്. അത് ശരിയാ ചേട്ടൻ പറഞ്ഞത്. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, വാ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കുറച്ചു നേരം കിടക്കാം. ആ എനിക്കും വിശക്കുന്നുണ്ട്. അല്ല നീ ഇന്ന് എന്താ ഉണ്ടാക്കിയത്? ഇന്ന് നമ്മൾ പുറത്തു പോണത് കാര്യം അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വേഗമൊന്നും ഉണ്ടാക്കിയില്ല. ധൃതിയിൽ കഞ്ഞിയും ചമ്മന്തി മാത്രം ഉണ്ടാക്കിയത്. പണിയെ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് വാ ഒരുങ്ങി പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുങ്ങിയതല്ലേ. അതിനിടയ്ക്ക് ഞാൻ ഈ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കിയത്. ആ അതൊക്കെ മതി, വാ നമുക്ക് അത് കുടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാം. ആ വാ ചേട്ടാ, ഞാൻ ഭക്ഷണം വിളമ്പാം. ഓ മോളെ, ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി, വയറ് നിറപ്പ് നല്ല സുഖം. ആ എനിക്കും. വാ ഇനി നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ആ ചേട്ടാ, ഇതെന്ത് ചേട്ടാ ഇങ്ങനെ കിടക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതിയടി, വയ്യ. നീ ആ AC ഫുൾ സ്പീഡ് ആക്കിയിട്ടുണ്ടോ? ആ ഞാൻ ഫുൾ സ്പീഡ് ആക്കിയിട്ടുള്ളത്. എന്റെ മോളെ, എന്നിട്ട് എന്തൊരു ചൂടാടി. നിനക്കൊക്കെ എങ്ങനെയാടി ഈ വീടിനകത്ത് ഈ ചൂടത്ത് ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി പൊതിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നത്? മനുഷ്യന് ഇവിടെ ഒക്കെ അഴിച്ചിട്ടിട്ട് ഇരിക്കാനാ തോന്നുന്നത്. അപ്പോഴാ അവളിവിടെ വീട്ടിൽ സാരി ചുറ്റിയിട്ടിരിക്കുന്നത്. നിനക്ക് വല്ല മാക്സി കിട്ടൂടെ? എത്ര വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഞാന്? ചേട്ടാ ഞാനത് ചുറ്റി ശീലിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ പറയുന്ന പോലെ മാക്സി ഇടില്ലേ. മാക്സി ഇട്ട് നോക്കിയതാ, പക്ഷെ ഒരു ജാതി ഉണ്ട്, ഇടാണ്ട് ഇടുമ്പോ എന്താ പറയാ, എന്തോ മാറിയുണ്ട് ചേട്ടാ. നിന്റെ ഇഷ്ടം, നിന്റെ കംഫർട്ട് നീ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ചൂടത്ത്. അല്ലടി രാത്രി എന്താ ഉണ്ടാക്കുന്നേ? ഇപ്പൊ നമ്മള് കഞ്ഞി കുടിച്ചില്ലേ, ഇനിയിപ്പോ രാത്രിയും കഞ്ഞി തന്നെ. ചപ്പാത്തി ഉണ്ടാക്കാം, ചേട്ടൻ പോയി ചിക്കൻ വാങ്ങിട്ട് വാ. അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാം, എന്തായാലും ചിക്കൻ വാങ്ങിട്ട് വരണം. എങ്കിൽ ഞാൻ പോയിട്ട് ചിക്കൻ വാങ്ങിട്ട് തരാം. ഇപ്പോഴല്ല, വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പോവാം. നിന്റെ അമ്മയും അച്ഛനും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നാ വരുന്നേ? അറിയില്ല, അവരിങ്ങനെ വരാന്ന് പറയും, പിന്നെ ഇല്ലാന്ന് പറയും, വരാന്ന് പറയും, ഇല്ലാന്ന് പറയും. എന്നാണാവോ അവര് വരിക? ഇനി ഞാൻ വിളിക്കാത്തത് കൊണ്ടാണോടി അവർക്ക് വരാനൊരു മടി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ. പക്ഷെ ചേട്ടൻ അവരെ വിളിക്കാറേ ഇല്ലല്ലോ, ഞാൻ പിന്നെയും വിളിക്കും, ചേട്ടൻ ഒട്ടും വിളിക്കില്ല. ഇനിയിപ്പോ അറിയില്ല കേട്ടോ ചേട്ടാ. അല്ലെങ്കിൽ ചേട്ടൻ എന്തോ ഒന്ന് വിളിച്ചാല് എൻ്റെ അച്ഛനും അമ്മേനെ മാത്രം വിളിക്കാൻ ചേട്ടൻ എന്നും മടിയാണ്. വേണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മേനും ചേട്ടന് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? ഒന്ന് പോടി അവിടെ നിന്നിട്ട്. നിന്റെ അച്ഛനമ്മനെ വിളിക്കുമ്പോൾ എനിക്കൊരു മടി നാണോ, അത് എന്താണോ എനിക്ക് അറിയില്ല, ഒരു ചമ്മലൊക്കെ വരൂടി. എന്നാൽ അതേമാതിരി തന്നെയല്ലേ എൻ്റെ അച്ഛനും അമ്മയും. പക്ഷെ അവനോട് സംസാരിക്കുമ്പോൾ ഒരു വിഷയമില്ല, പക്ഷെ നിന്റെ അച്ഛൻ്റെ അമ്മേനെ കാണുമ്പോൾ, നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവനോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു 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 നാണം, ഒരു എന്താ പറയുക, അത് ഞാൻ എങ്ങനെ പറയാം, എന്നെ പോലുള്ള ഭർത്താക്കന്മാർക്ക് അറിയാം. അല്ലാതെ ഇഷ്ടക്കേടൊന്നും ഇല്ല. എനിക്കിപ്പോൾ എന്താ ഇഷ്ടക്കേടിൻ്റെ ആവശ്യം? അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ അച്ഛനമ്മനെ ഞാൻ വിളിച്ച് സംസാരിക്കുന്നത്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ഞാൻ ചിന്തിക്കാറുണ്ട്. അവൾ എൻ്റെ അച്ഛനോടും അമ്മനോടൊക്കെ നല്ല സംസാരിക്കും, പക്ഷെ അതേമാതിരി എന്താ എനിക്ക് പറ്റാത്തത് അതിനെ ചിന്തിക്കും. പക്ഷെ എനിക്ക് എന്തടി ഞാൻ പറയുക അതിനൊരു ഉത്തരം? എനിക്ക് മടിയാണ്. എന്തായാലും നീ മിണ്ടാണ്ട് കിടക്ക്, കുറച്ചു നേരം ഉറങ്ങാം. അങ്ങനെ സംസാരിച്ചിരുന്ന വൈകുന്നേരം ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നവരെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നിന്റെ പരിഭവം തീർക്കാൻ നാളെ നമുക്ക് നിന്റെ അച്ഛൻ്റെ അമ്മനെയും കാണാൻ വേണ്ടി പോവാം. ശരിക്കാണോ? ആടി പോവാം. പോകുമ്പോൾ അവർക്ക് ഡ്രസ്സും അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റും ഒക്കെ വാങ്ങിയിട്ട് പോകാം. എന്താ? ശരി ചേട്ടാ. എന്താ നിനക്ക് സന്തോഷമായില്ലേ? പിന്നെ ഒരുപാട് സന്തോഷമായി. എന്താ എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ നീ ലക്കിയല്ലേടി? പിന്നെ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഒരുപാട് ലക്കിയാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേട്ടായേ? അത് നീ പറയേണ്ടതല്ലേ ലക്കിയാണോ അല്ലേന്ന്, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. എന്തായാലും ഏട്ടൻ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഏട്ടൻ ചോദിക്കാതെ ഞാൻ പിന്നെ പറയില്ലല്ലോ. ഏട്ടൻ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഈ ഏട്ടനെ കിട്ടിയതിൽ ഒരുപാട് ഞാൻ ലക്കിയാണ്. ലക്കി എന്ന് പറഞ്ഞാലും പോരാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ലൈഫ്. എന്താ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? എന്തായാലും ഞങ്ങളുടെ ഈ ജീവിതം നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ ശരി, പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. നെക്സ്റ്റ് വീഡിയോ. ഇതാര്, ഖദീജയോ? ചേച്ചി ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി വീട്ടിൽ. അപ്പോൾ കുറച്ച് ചേച്ചിക്ക് തരാൻ വേണ്ടി വന്നതാ. ടേസ്റ്റ് നോക്ക് ചേച്ചി, ഇഷ്ടാവോന്ന് അറിയില്ല. ബിരിയാണിയാണോ? നിങ്ങൾ ഉണ്ടാക്കണ പോലെ ഞങ്ങൾ ഉണ്ടാക്കിയ വരേയില്ലടി ജമീല. എപ്പോഴും ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കും, പക്ഷെ നീ ഉണ്ടാക്കണ ടേസ്റ്റ് കിട്ടുകയില്ല ഞാൻ ഉണ്ടാക്കിയ. ആ കാര്യം ചേച്ചി പറഞ്ഞ നേരാ. നിങ്ങൾ ഉണ്ടാക്കുന്ന പോലത്തെ സദ്യ അത് ഞാൻ ഉണ്ടാക്കിയാലും വരേയില്ല. എത്ര തലകുത്തി മറിഞ്ഞാലും ചേച്ചി ഉണ്ടാക്കുന്ന ആ സദ്യൻ്റെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ വരേയില്ല. അതൊക്കെ എപ്പോഴും പറയും എന്നോട്. അതെന്തായാലും ഡി ജമീൽ, അങ്ങനെ ഓരോരുത്തർക്കുള്ള കൈപ്പുണ്യങ്ങളായിരിക്കും ഓരോ കാര്യത്തിൽ അല്ലടി.
ആ അതെ അതെ, ഞങ്ങൾ പോയി എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. കഴിച്ചിട്ടില്ല. കഴിക്കുന്നതിന് മുന്നേ ചേച്ചിക്ക് കൊണ്ടുവന്ന് തരാലോ എന്ന് വിചാരിച്ചു. അവിടെ ഒക്കെയും കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ടാവുന്നെ. എന്തായാലും ചേച്ചി ഇത് ഏട്ടനോ മക്കൾക്കൊക്കെ കൊടുക്കൂ കേട്ടോ. ഈദ് മുബാറക്ക് പറയാൻ മറന്നടി ജമീല. ഈദ് മുബാറക്ക് കേട്ടോ. ഈദ് മുബാറക്ക് ചേച്ചി. താങ്ക്സ് ഫോർ വാച്ചിങ്.